ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഗുഡ് ആഫ്റ്റർനൂൺ. പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങൾ, വയനാട് ലോക്സഭാ മണ്ഡലം. സംസ്ഥാനത്തോ കേന്ദ്രത്തിലോ ഭരണമാറ്റത്തിന് വിദൂര സാധ്യത പോലും ഇല്ലാത്ത ഉപതെരഞ്ഞെടുപ്പിനാണ് ഈ മൂന്നിടത്തും കേരളം സാക്ഷ്യം വഹിച്ചത്. എന്നിട്ടോ വിവാദങ്ങൾക്കോ വീറും വാശിക്കോ വാക്പോരുകൾക്കോ ഒരു കുറവുണ്ടായില്ല. വലിയൊരു തെരഞ്ഞെടുപ്പ് പോരിന്റെ പ്രതീതി ഉണ്ടാക്കി. ഭരണമാറ്റത്തിന് ഒരു തരത്തിലും ഇടവരുന്നില്ലെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചില വമ്പൻ മാറ്റങ്ങൾക്ക് നാളത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം സാക്ഷ്യം വഹിച്ചേക്കാം, വഴിവെച്ചേക്കാം. പാലക്കാട് തന്നെ ഉദാഹരണമായി എടുത്താൽ, അതെ, പാലക്കാട് മാത്രം ഉദാഹരണമായി എടുത്താൽ UDF സിറ്റിംഗ് സീറ്റാണ് പാലക്കാട്, നമുക്കറിയാം. എന്നാൽ ഏറ്റവും വാശിയേറിയ ത്രികോണ പോരാണ് പാലക്കാട് ഇക്കുറി നടന്നത്. ട്വിസ്റ്റുകളും വിവാദങ്ങളും നിറഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികൾക്കും അഭിമാന പോരായി മാറി. കോൺഗ്രസ് വിട്ടുവന്ന LDF അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ ഡോക്ടർ പി സരിൻ, പ്രചാരണത്തിന്റെ അവസാന നാളിൽ BJP വിട്ട് കോൺഗ്രസ് ആയ സന്ദീപ് വാര്യർ, കൊടകരയും ട്രോളിയും ഇരട്ട വോട്ടും പത്രപരസ്യവുമെല്ലാം അങ്ങനെ പാലക്കാട്ടെ ഫലം അക്ഷരാർത്ഥത്തിൽ പ്രവചനാതീതമാകുന്നു. കൂട്ടലും കിഴിക്കലും പലവട്ടം കഴിഞ്ഞിട്ടും ഒരെത്തും പിടുത്തവും കിട്ടാതെ മുന്നണികളുടെ നെഞ്ചെടുപ്പേറുകയാണ് പാലക്കാട്. ഇനി നമ്മൾ ചേലക്കരയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ചേലക്കര എന്ന ഇടതുകോട്ട പൊളിക്കുന്നതാണ് രാഷ്ട്രീയ വിജയം എന്ന് UDF പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, നേതാക്കൾ വിലയിരുത്തിയിട്ടുള്ളതാണ്. കയ്യിലുള്ള സീറ്റ് നിലനിർത്തുക എന്ന കടമ്പയാണ് LDF ചേലക്കരയിലുള്ളത്. വയനാടും പാലക്കാടും കിട്ടിയില്ലെങ്കിലും കയ്യിലുള്ള ചേലക്കര പോകുന്നത് ഇടതുമുന്നണിക്ക് അവരുടെ സങ്കല്പത്തിൽ പോലുമില്ല എന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഇനി വയനാട്ടിലേക്ക് പോയാലോ അത് UDF ഉറച്ച കോട്ട. ജയമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി എന്നാണ് UDF എതിരാളികളോട് പറയുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ പോരാട്ടം എന്ന നിലയിൽ തന്നെയാണ് വയനാട് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ശ്രദ്ധ നേടിയത്. അവിടെ ഭൂരിപക്ഷം കുറഞ്ഞാൽ അത് പ്രിയങ്കയുടെ ജയത്തിന്റെ മാറ്റ് കുറയ്ക്കുകയും ചെയ്യും. അത് സംസ്ഥാന KPCC അത്ര ഗുണകരമാവില്ല. പാർലമെന്റ് ശീതകാല സമ്മേളനം തിങ്കളാഴ്ച തുടങ്ങുകയാണ്. നാളെ ഫലം ഒന്ന് ജയിച്ചാൽ പ്രിയങ്ക ഒരുപക്ഷെ ഈ സമ്മേളന കാലത്ത് തന്നെ ലോക്സഭയിൽ രാഹുലിനൊപ്പം ഇരിക്കും. സത്യൻ മൊഗേരിയിലൂടെ മികച്ചൊരു രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാനായെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൽ കുറവുണ്ടായാൽ അത് BJPക്കും നാണക്കേടാണ്. കെ സുരേന്ദ്രൻ നേടിയ വോട്ട് 1 ലക്ഷത്തിന് മുകളിലേക്ക് വോട്ട് പിടിക്കുന്നില്ലെങ്കിൽ കൂടിയും അടുത്തെങ്കിലും വോട്ട് വരുന്നില്ലെങ്കിൽ അത് BJPക്കും ക്ഷീണമാണ്. പെട്ടിപ്പൊട്ടിക്ക് മുൻപുള്ള മുന്നണികളുടെ പ്രതീക്ഷകൾ, അവരുടെ നിരാശകൾ, അവരുടെ ആശങ്കകൾ, ആദികൾ ഒക്കെ നോക്കുന്ന ഒരു പ്രത്യേക ഷോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. അത്യന്തം വാശിയേറിയ പ്രചാരണം നടന്നെങ്കിലും 3 മണ്ഡലങ്ങളിലും മുന്നണികൾ പ്രതീക്ഷ പോളിംഗ് ശതമാനം ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ആശങ്കകളുടെ ബേസ്, അടിസ്ഥാനം. പാലക്കാട് 2021 75.83% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഇത്തവണ അത് 71% താഴേക്ക് പോളിംഗ് ഇടിഞ്ഞു. ചേലക്കരയിൽ 77.46% പോളിംഗ് 2021 ഉണ്ടായപ്പോൾ ഇത്തവണ അത് 72.77% മാത്രമാണ് ഉണ്ടായത്. ദേശീയ നേതാക്കൾ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച വയനാട്ടിൽ 64.72% മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. അതിൽ നിന്ന് വലിയ ഉയർച്ച, പോളിംഗ് ശതമാനത്തിൽ വലിയ ഉയർച്ച പ്രതീക്ഷിച്ചതാണ് വയനാട്ടിലെ മുന്നണികൾ സ്ഥാനാർത്ഥികൾ. പക്ഷേ അതുണ്ടായില്ലെന്ന് മാത്രമല്ല, ഗണ്യമായി വയനാട് ലോക്സഭാ മണ്ഡലം ഉണ്ടായതിനു ശേഷം ഇതുവരെ ഇല്ലാത്തവണ്ണം ഇതുവരെ കുറഞ്ഞ നിരക്കിലേക്ക് ആ പോളിംഗ് ശതമാനം മാറുകയും ചെയ്തു. ഈ കഴിഞ്ഞ മെയിൽ രാഹുൽ ഗാന്ധി വിജയിച്ച തെരഞ്ഞെടുപ്പിൽ 72.92% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. പോളിംഗിലെ ഇടിവ് ആർക്ക് തിരിച്ചടിയാകുമെന്നും ആർക്ക് നേട്ടമാകുമെന്നും നോക്കിയാൽ അതൊരു ചോദ്യമാണ് ഹാഷ്മി പറഞ്ഞത്. അതായത് സത്യത്തിൽ 3 മുന്നണികളെ സംബന്ധിച്ചും അവർ അല്പമെങ്കിലും ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ളത് ഈ പോളിംഗ് ശതമാനത്തിലെ കുറവാണ്. നമുക്കറിയാം ഈ 2 സീറ്റുകളിൽ അത് രണ്ടെണ്ണം UDF സിറ്റിംഗ് സീറ്റാണ്, ഒന്ന് ഇടത് മുന്നണിയുടെ. അതിൽ തന്നെ ഡ്രോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നത് വയനാടാണ്. വയനാട് ഈ പ്രചാരണത്തിന്റെ ഒരു തുടക്ക സമയത്ത്, അതായത് പ്രിയങ്കയുടെ വരവൊക്കെ വന്നപ്പോൾ UDF പറഞ്ഞത് 4 ലക്ഷം, ചിലപ്പോൾ അത് 6 ലക്ഷം വരെ പോയേക്കും ഭൂരിപക്ഷം എന്നാണ്. അന്ന് ആ പറഞ്ഞവർക്കൊന്നും ഇന്നിപ്പോൾ മിണ്ടാട്ടമില്ല. കാരണം വയനാട്ടിലെ ഈ പോളിംഗ് നിരക്ക് കുറഞ്ഞത് പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തെയാണ് ബാധിക്കുക എന്ന ഒരു വിലയിരുത്തൽ ഉള്ളാൽ UDF ഉണ്ട് എന്ന് നമുക്ക് പറയാം. മറ്റു 2 ഇടങ്ങളിലും ഈ പ്രവചനം കുറെ കൂടി, അതായത് അപ്രവചനീയതയിലേക്ക് കൂടുതൽ സങ്കീർണമായ ഒരു അപ്രവചനീയത അതിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത്. അത് ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ദോഷം ചെയ്യുമോ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് അല്ലേ? ഉറപ്പായും ഗോപിയോട് പാലക്കാട്ടൊക്കെ നോക്കിയാൽ, പാലക്കാടാണല്ലോ ഇപ്പം 3 സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഒരു ബൈലക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും അതിലേറ്റവും വീറും വാശിയുമുള്ള സ്ഥലം, അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം ഒന്നാകെ ആകാംക്ഷയോടെ ചേലക്കരയെക്കാളും വയനാടേക്കാളും ഉറ്റുനോക്കുന്ന സ്ഥലം ഒരുപക്ഷെ പാലക്കാട് തന്നെയാണ്. ചേലക്കരയിൽ രാഷ്ട്രീയ പോരാട്ടം ഉണ്ടായില്ല എന്നുള്ളതല്ല, ചേലക്കരയിലും ഉണ്ടായി രാഷ്ട്രീയ പോരാട്ടം, അവിടെയും ഉണ്ടായി ഈ പറഞ്ഞ അപ്രവചനീയത. ഏറ്റവും ഒടുവിലത്തേക്കൊക്കെ വരുമ്പോഴേക്കും ആര് ജയിക്കും ആര് തോക്കും എന്നൊക്കെയുള്ള ആശങ്ക അവിടെയും ഉണ്ട്. എങ്കിൽ കൂടിയും പാലക്കാട് തന്നെയാണ് നാളത്തെ പാലക്കാട് ഇലക്ഷൻ റിസൾട്ടിലേക്ക് നാളത്തെ കേരളം ഒന്നാകെ ആകാംക്ഷ. പല
എന്താണ് പല കാരണങ്ങൾ കൊണ്ട് ഉറ്റുനോക്കുന്നു. അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞത് വലിയ എന്ന് പറഞ്ഞാൽ അത്രത്തോളം വീറും വാശി, പാലക്കാടിൻ്റെ ബൈ ഇലക്ഷൻ ചരിത്രത്തിൽ അന്നോളമില്ലാത്ത വീറും വാശിയുമുള്ള ഒരു ഇലക്ഷൻ നടന്നപ്പോൾ ഈ ശതമാനം അതുപോലെ കുതിച്ചുയരുന്നു വിചാരിച്ചു, പക്ഷേ ഉണ്ടായില്ല. 70.27 എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് നിരക്ക്, ആ ശതമാനം കണക്ക്. പക്ഷേ ഇവിടെ BJP ജയിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അവർ പറഞ്ഞത് നഗരസഭാ പരിധിയിൽ വോട്ടിംഗ് ശതമാനം ഉയരുകയും LDFനും UDFനും മേധാവിത്വമുള്ള ഈ പറഞ്ഞ പഞ്ചായത്തിൽ പോളിംഗ് ശതമാനം താഴുകയും ചെയ്തു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ കണക്ക് വന്നതും അങ്ങനെ തന്നെയാണ്. 71% നഗരസഭാ പരിധിയിൽ ഉണ്ടാവുകയും ബാക്കി എല്ലായിടത്തും 69, 70 അങ്ങനെ പോയി എന്നുള്ളതുമാണ്. അത് വി ഡി സതീശൻ പറയുന്നതല്ല എന്ന് പറഞ്ഞാൽ ഇന്ന് എന്താണ് ഇലക്ഷൻ കമ്മീഷണർ വെബ്സൈറ്റിൽ ബൂത്ത് തിരിച്ചുള്ള കണക്ക് ഇടുന്നുണ്ട്. ആ ബൂത്ത് തിരിച്ചുള്ള കണക്ക് നോക്കിയാൽ ഈ മുനിസിപ്പാലിറ്റി മേഖലയിൽ 67.64% പോളിംഗ് ഉണ്ടായിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി പിരായിരിൽ ഉണ്ടായിരിക്കുന്ന 70.26, മാത്തൂർ ഉണ്ടായിരിക്കുന്നത് 78.11, കണ്ണാടിയിൽ അത് 76.10, ടോട്ടൽ നോക്കുമ്പോൾ 70.27. ഈ കണക്ക് ആദ്യം പുറത്തു വിടുന്നത് ഒരു പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെ പുറത്തു വിടാൻ കഴിയുള്ളൂ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരോട് പോകുമ്പോൾ അവരുടെ പോളിംഗ് ഏജന്റിന് ഓരോ ബൂത്തിൽ നിന്നും അവിടെ ടോട്ടൽ പോൾഡ് വോട്ടിൻ്റെ ഒരു ഷീറ്റ് കിട്ടും. ആ ഷീറ്റ് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം എല്ലാ ബൂത്തിലെയും ഏജന്റുമാരെ വിളിച്ചു വരുത്തി ആ ഷീറ്റ് വാങ്ങി അതിൻ്റെ ടോട്ടൽ വോട്ട് രേഖപ്പെടുത്തി ഈ കണക്ക് ആദ്യം പുറത്തു വിടുന്നത് രാഷ്ട്രീയ പാർട്ടികൾ കഴിയുള്ളൂ. ഇന്നാണ് അതിൻ്റെ ഈ ബൂത്ത് തിരിച്ചുള്ള കണക്ക് വിടുന്നത്. ആദ്യം നമുക്ക് കോൺഗ്രസ് തയ്യാറാക്കിയ ആ ലിസ്റ്റ് നമുക്ക് കിട്ടിയതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് മാത്രമേ അത് ആ രീതിയിൽ തയ്യാറാക്കിയിരുന്നുള്ളൂ, ബാക്കി അത് തയ്യാറാക്കി പുറത്ത് കിട്ടിയിരുന്നില്ല. കോൺഗ്രസ് തയ്യാറാക്കി ലിസ്റ്റ് കിട്ടിയപ്പോൾ ഉറപ്പായും നമ്മൾ ആ രാഷ്ട്രീയ മാർജിനിട്ടേ ആലോചിക്കുള്ളൂ, അവർക്ക് താല്പര്യമുള്ള കണക്കാകുമല്ലോ എന്നുള്ളത്. ഇന്നിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് ഇത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ മുനിസിപ്പാലിറ്റി മേഖലയിൽ പോളിംഗ് ശതമാനം നന്നായി കുറഞ്ഞു. അങ്ങനെ കുറയുമ്പോഴേക്കും ഗ്രാമപ്രദേശങ്ങൾ കൂടുകയും ചെയ്തു. അപ്പോൾ എന്താണ് മാത്തൂരൊക്കെ ഗണ്യമായി കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 78% രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ വിജയകുമാർ അത് ശരാശരി പോളിംഗ് ആണ്. ശരാശരി പോളിംഗ് ആണ് ഏതാണ്ട് മികച്ച പോളിംഗ് 70-75 മികച്ച പോളിംഗ് ആണ്. അപ്പോൾ പഞ്ചായത്ത് തലങ്ങളിൽ പോളിംഗ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആനുകൂല്യ മാർക്ക് ഈ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം കണ്ണാടി പഞ്ചായത്തിൽ നല്ല പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുമുന്നണിയുടെ ഒരു കേന്ദ്രമാണ്, ഇടതുമുന്നണിക്ക് നല്ല സ്വാധീനം. ഇടതുമുന്നണിയെ സംബന്ധിച്ച് പാലക്കാട്ട് അവർ പറയുന്ന അവരവരുടെ ശക്തി ഇത്തവണ കാണിക്കും എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അവർ തന്നെ ഈ സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ പറയുന്ന സെക്കുലർ വോട്ട് ഷാഫിയിലേക്ക് പോയത് തിരികെ വരും എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു CPMന്റെ പ്രധാനപ്പെട്ട നേതാവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 46,200 വോട്ട്. ഇത് അവരുടെ കണക്കാണ്, നമുക്ക് ഒരു തരത്തിലും ഖണ്ഡിക്കാനോ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ തർക്കിക്കാനോ പറ്റുന്നല്ല. 46,200 വോട്ട്. അല്ല, വിജയനോട് കാര്യം ചോട്ടെ, കണ്ണാടിയിലും മാത്തൂരിലും വോട്ട് കൂടിയത് ഇപ്പൊ LDFന്റെ ഭാഗത്ത് പറയണമെങ്കിൽ ആ വോട്ടൊക്കെ അവരുടെ വോട്ടൊക്കെ സരിൻ തന്നെ വീണു എന്ന് അതായത് സരിൻ പറഞ്ഞത് പറ്റുമോ? സരിൻ ഈ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ഡേയിൽ പറഞ്ഞത് സരിൻ ഇരട്ടി വോട്ടെന്ന്. അപ്പോൾ 60,000 കടക്കുമെന്ന് ചോദിച്ചപ്പോൾ സരിൻ പറഞ്ഞത് 70,000-അടുത്ത് വരും എന്നാണ് സരിൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ആകെ സരിന് കിട്ടുന്ന വോട്ട്. അപ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 45,000-ൽ പരം വോട്ട് LDFന് അനുകൂലമായി ഈ മണ്ഡലത്തിൽ പോൾ ചെയ്തിട്ടുണ്ട് എന്ന് LDF പറയുന്നു. ഇത് അതായത് LDF പിടിക്കുന്ന വോട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ വളരെ ക്രൂഷ്യൽ. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പാലക്കാട് നമ്മൾ കുറച്ച് ദിവസം നിന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടേക്ക് UDFിലേക്ക് പോയിട്ടുള്ള ഈ സെക്കുലർ വോട്ടെന്ന് UDFും വോട്ട് പോയിട്ടുണ്ടെന്ന് LDFും പറയുന്നുണ്ട്. അങ്ങനെ പോയ വോട്ട് LDF വോട്ടല്ല, അത് സെക്കുലർ വോട്ടാണെന്ന് പിന്നീട് LDFന് ഈ സരിനെ തിരുത്തി പറയേണ്ടി വന്നു. UDF പക്ഷേ അതിനെ ഖണ്ഡിക്കുന്നത് എന്താണ്, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ ഷാഫിക്ക് ഗണ്യമായ രീതിയിൽ ഇടതുപക്ഷ വോട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയരാഘവൻ ആ വോട്ട് തിരികെ വരണം. വിജയരാഘവൻ ആ വോട്ട് തിരികെ വന്നില്ല. കാരണം അവിടെ വേറെ വിഷയമുള്ളത്, അത് കേന്ദ്ര സർക്കാരിലെ BJP വിരുദ്ധ വോട്ടാവാം, അത് പിന്നെ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവാനുള്ള രാഷ്ട്രീയ സ്വഭാവമുള്ള വോട്ടാണ്. അപ്പൊ അത് നമ്മൾ എനിക്ക് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ R. ശ്രീജിത്ത് തയ്യാറായി നിൽക്കുന്നുണ്ട് പാലക്കാട്. നമുക്ക് അവിടേക്ക് ഒന്ന് പെട്ടെന്ന് പോകാം. R. ശ്രീജിത്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് പാലക്കാട്ട്. ഈ അവസാന ചിത്രം, അതായത് ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് വോട്ട് എണ്ണി തുടങ്ങാൻ, രാവിലെ 8 മണിക്ക് നാളെ രാവിലെ. അതിന് മുൻപ് എന്താണ് അവിടുത്തെ അവസ്ഥ നോക്കാം. R. ശ്രീജിത്ത് ഇരുന്നു. ശ്രീജിത്ത്, ഇപ്പോൾ ഞങ്ങൾ ഈ കണക്കുകൾ പറയുകയായിരുന്നു. അതായത് നഗരപ്രദേശങ്ങളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു, പാലക്കാടിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ പോളിംഗ് ശതമാനം കൂടിയിരിക്കുന്നു. കണ്ണാടിയിലും മാത്തൂരിലും കഴിഞ്ഞ തവണത്തെ ഈ സെക്കുലാർ വോട്ടിന്റെ തർക്കം നടന്ന പ്രദേശങ്ങൾ, അവിടെ ശരാശരി നല്ല പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ മുന്നണികളുടെ അവസാനവട്ട പ്രതീക്ഷകൾ? ഈ പോളിംഗ് നിരക്കിലെ കുറവ് അല്ലെങ്കിൽ മാറ്റങ്ങൾ ആർക്ക് അനുകൂലമാകും എന്നൊക്കെയുള്ള വിലയിരുത്തൽ ഉണ്ടോ പാലക്കാട്?
ഗോപികൃഷ്ണൻ പോളിംഗ് ശതമാനം ഉയർന്നാൽ UDF-നും പോളിംഗ് ശതമാനം താഴ്ന്നാൽ LDF-നും എന്നൊരു പരമ്പരാഗത സമീപനം നമ്മൾ ഇലക്ഷൻ വിലയിരുത്തലിന്റെ കാലത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രയോഗിക്കാറുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി അത് ശരിയല്ല എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് നമുക്ക് ഇതിനു മുമ്പ് കടന്നുപോയ പല തെരഞ്ഞെടുപ്പുകളും പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് മൂന്ന് മുന്നണികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോളിംഗ് ശതമാനത്തിന്റെ കുറവ് കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമോ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ മൂന്ന് മുന്നണികളും പുലർത്തുന്നില്ല. എന്നാൽ ഈ നഗരപ്രദേശങ്ങളിൽ വോട്ട് കുറഞ്ഞു, പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞു എന്നതൊരു വസ്തുതയാണ്. പാലക്കാട് നഗരസഭയിലെ പല ബൂത്തുകളിലും ഇപ്പോൾ 1450 വോട്ടുകളുള്ള ബൂത്തുകളിലൊക്കെ തന്നെ ഏതാണ്ട് 900 വോട്ടുകൾ മാത്രം പോൾ ചെയ്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരാശരി ഒരു 65-60% വോട്ടുകളാണ് പല ബൂത്തുകളിലും ഉണ്ടായിട്ടുള്ളത്. അത് ഉപതെരഞ്ഞെടുപ്പിനോട് ആളുകൾ പ്രകടിപ്പിച്ച ഒരു താല്പര്യക്കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആളുകൾ പലരും സ്ഥലത്തില്ലാതെ പോയി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും UDF ക്യാമ്പ് പറയുന്നത് ഏറ്റവും മോശമായ സാഹചര്യത്തിലാണെങ്കിൽ പോലും അവർക്കൊരു 5000-6000 വോട്ടിന് ഇവിടെ ജയിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അതിനവർ അടിസ്ഥാനമായി പറയുന്നത് പിരായിരിയിൽ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് താഴ്ന്നിട്ടുണ്ടെങ്കിലും അവിടെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലാണ് എന്നാണ്. അതായത് പിരായിരിയിൽ കഴിഞ്ഞ തവണ 26,000 വോട്ട് ആണ് പോൾ ചെയ്തെങ്കിൽ ഇത്തവണ 200 വോട്ട് കൂടുതലാണ്. 26,200 വോട്ടുകൾ പിരായിരിയിൽ പോൾ ചെയ്തു. അവിടെ UDF പ്രതീക്ഷിക്കുന്ന മെജോറിറ്റി ഒരു 5000-6000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് നഗരസഭയിൽ BJP ലീഡ് ചെയ്താൽ തന്നെ ആ ലീഡിനെ മറികടക്കുന്നത് പിരായിരിയിലെ വോട്ടും അവിടുത്തെ ഭൂരിപക്ഷവും കൊണ്ടാണ് എന്നതാണ് UDF-ന്റെ. അങ്ങനെയാണ് കഴിഞ്ഞ തവണ മെട്രോമാൻ ശ്രീധരനെ തോൽപ്പിക്കാൻ ഷാഫി പറമ്പിലിന് സഹായമായതും പിരായിരിയിലെ വോട്ടിൻ്റെ ലീഡായിരുന്നു. ഇത്തവണ പിരായിരിയിൽ പോളിംഗ് കുറഞ്ഞത് അവർക്ക് തെല്ല ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ സന്ദീപ് വാര്യരുടെ വരവ് മുസ്ലിം മേഖലയായ പിരായിരിയിൽ ചില സ്ഥലങ്ങളിലെങ്കിലും വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. അത് വോട്ടെടുപ്പിനെ ബാധിക്കുമെന്ന ആശങ്ക UDF ക്യാമ്പുകൾ തന്നെയുണ്ട്. എന്നാൽ കണ്ണാടി പഞ്ചായത്തിൽ CPIM-ന്റെ ശക്തി കേന്ദ്രമാണ്. കണ്ണാടി പഞ്ചായത്തിൽ 70% പരമാണ് വോട്ടെടുപ്പ്. അവിടെ പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ CPIM-ഉം LDF-ഉം നന്നായി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അവിടെ ഒരു 3000-4000 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. എന്തായാലും വിജയപ്രതീക്ഷയിലേക്ക് കടന്നു വരാൻ കഴിയുന്നൊരു വോട്ട് സമാഹരിക്കാൻ LDF-ന് കഴിയുമോ എന്ന കാര്യം സംശയമാണ്. എങ്കിൽ പോലും ഒരു അട്ടിമറി വിജയമാണ് അവർ സ്വപ്നം കാണുന്നത്. BJP ആകട്ടെ ഈ പോളിംഗ് ശതമാനത്തിന്റെ എല്ലാ കണക്കുകളും നിൽക്കുമ്പോഴും ഒരു 1000 മുതൽ 3000 വോട്ടിന് ഉറപ്പായും ജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മുതൽ ഇവിടെയുള്ള ജില്ലാ നേതാക്കൾ വരെ പ്രകടിപ്പിക്കുന്നത്. ഗോപി, അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കൂട്ടുകൾ ആർക്കും ഒരു പിടിയില്ലാത്ത അവസ്ഥ. എല്ലാവരും ജയിക്കുമെന്ന് സൂപ്പർ കോൺഫിഡന്റ് പറയുന്നുണ്ട്. അത് UDF-രെ വിളിച്ചാൽ ഉറപ്പായും ജയിക്കുന്നു പറയുന്നുണ്ട്. BJP-ക്കാരെ വെച്ചാൽ അതിലൊക്കെ ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. LDF-രെ വെച്ചാൽ ഇത്തവണ 1ാം സ്ഥാനമാണെന്ന് പറയുന്നുണ്ട്. ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും സൂപ്പർ കോൺഫിഡൻസ് ആണെന്ന് ചിരിച്ചു കാണിക്കുമ്പോഴും എല്ലാവരുടെയും ഉള്ളിൽ കടന്ന് നീറ്റലും ചങ്കുടി പോകുന്ന ഒരു തർക്കമാണ്. അതിലൊരു ഡിസൈഡിംഗ് ഫാക്ടർ എന്താണെന്ന് തീരുമാനിക്കാനും പറ്റുന്നില്ല. ഇന്ന കാരണം കൊണ്ട് എന്ന് പറയാൻ പറ്റാത്തൊരു സങ്കീർണതയും കൂടി ഉണ്ട്. അടിയൊഴുക്കാണ് പാലക്കാടിന്റെ വിധി തീരുമാനിക്കുക. അതിൽ ആരൊക്കെ അകപ്പെട്ടു പോകും എന്നത് നാളെ മാത്രമേ അവസാന വോട്ടും എണ്ണുന്നത് വരെ സസ്പെൻസ്, ഒരു ത്രില്ലറിന്റെ. അത് മാത്രമല്ല, പക്ഷെ നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നത് ഒരു ജനറൽ ഗ്രൗണ്ടിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ തുല്യമായ പോസിബിലിറ്റി അതിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അതല്ലാതെ ഈ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമോ അങ്ങനെ എന്തെങ്കിലും ആ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരത്തെ കുറിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്ന് കരുതി വോട്ടർമാരുടെ മനസ്സിലാവുന്നു ഇല്ല എന്ന് പറയാൻ കഴിയും. പക്ഷേ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും 75-80 ഇടയിൽ ശതമാനം ആളുകൾ വോട്ട് ചെയ്യണമായിരുന്നു. ഈ ട്രെൻഡിനെ നമ്മൾ പോളിംഗിലാണ് പ്രതിഫലിക്കേണ്ടത്. ഒരു സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ ആളുകൾ വോട്ട് ബൂത്തിലെത്തണം. അപ്പോഴെന്താ ഒരു 75-80% ആ ട്രെൻഡിന്റെ റിസൾട്ട് എന്ന മട്ടിൽ പോളിംഗ് ശതമാനം ഉയരണം. പക്ഷെ ഇത് 75-ലും ഏതാണ്ട് 70-ൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പ്രകടമായി ഒരു ട്രെൻഡ് ഇല്ല എന്നുള്ളതാണ് അതാണ് ഒരു ട്രെൻഡ്. ഒരു ട്രെൻഡും അവിടെ ഇല്ല. അത് നമ്മൾ ഈ പറഞ്ഞ ട്രെൻഡ് ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ ശ്രമങ്ങളൊന്നും ആളുകളിലേക്ക് എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ആളുകൾ അതിനെ അവഗണിച്ചു. അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരോടെങ്കിലുമുള്ള വലിയ താല്പര്യമോ ഏതിനോടെങ്കിലുമുള്ള കടുത്ത വിയോജിപ്പോ അതൊക്കെ ഉണ്ടാകണമെങ്കിൽ 70% ബൈപ്പോളാണ് എന്ന നിലയിൽ, അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പാണെന്ന നിലയിൽ കുറച്ച് പൊതുവെ ബൈ ഇലക്ഷനുകളിൽ ഒന്നാമത്തെ കാര്യം സർക്കാരിനെ ബാധിക്കുന്ന പ്രശ്നമൊന്നും അല്ല എന്നൊക്കെ ഇരിക്കെ പൊതുവെ ബൈ ഇലക്ഷനിൽ കാണുന്ന ഒരു മാന്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ മാന്യത്തിൽ കുറവ് മാന്യമാണ് ഒരുപക്ഷെ പാലക്കാട് സംഭവിച്ചത്. പാലക്കാട് ചേലക്കരി. ഓക്കെ, ഇനിയിപ്പോ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 2021 ഇലക്ഷൻ ഫലവും നോക്കണം. ഒന്ന് വേഗത്തിൽ പരിശോധിച്ചാൽ അത് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് 38.06% വോട്ടാണ് അന്ന് ഷാഫി പറമ്പിലൂടെ സ്വന്തമാക്കിയത്. 38.34% വോട്ടുമായി NDA സ്ഥാനാർത്ഥി E. ശ്രീധരൻ,
3867 വോട്ടുകൾക്ക് മാത്രം വ്യത്യാസത്തിൽ തൊട്ടു പിന്നിൽ രണ്ടാം സ്ഥാനത്തെത്തി. മൂന്നാം സ്ഥാനത്ത് LDF സ്ഥാനാർത്ഥി CP പ്രമോദ് ആവട്ടെ 25.64% വോട്ട് നേടി. മറ്റുള്ളവർ 0.96% വോട്ട് മാത്രമാണ് നേടിയത്. അങ്ങനെയാണ് അത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. നമുക്കറിയാം ആദ്യം മുതലത്തെ നഗരസഭയിൽ തുടങ്ങിയ ലീഡ് അതിങ്ങനെ കയറി വന്ന് പിരായിരിയിൽ ജസ്റ്റ് ഒന്ന് നികന്ന് പിന്നെയും കയറി, പിന്നെ ഏറ്റവും കൂടുതൽ കണ്ണാടിയിലേക്ക് എത്തുമ്പോഴേക്കും ഒരു ഫോട്ടോ ഫിനിഷ്, അക്ഷരാർത്ഥത്തിലെ ഫോട്ടോ ഫിനിഷിലേക്ക് പോയി. ഏതാണ്ട് അതേ മട്ടിൽ കാര്യങ്ങൾ വരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഏതാണ്ട് ആ മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൽ ഞാൻ പറയുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് സരിൻ CPM സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടാണ്. അത് ഈ CPM നേതാക്കൾ പറയുന്നത് പോലെ അവരുടെ വോട്ട് മുഴുവൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് റിസൾട്ട് അവിടെ ഉണ്ടാക്കും എന്നുള്ളത് ഒരു വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അതല്ലാതെ മറ്റൊന്നും പുതുതായിട്ട് അവിടെ കാണുന്നില്ല. അല്ല, ഉണ്ട്. സന്ദീപ് വാര്യർ BJP വിട്ടുപോയത് BJP ക്യാമ്പിലെ മുഴുവൻ വോട്ടുകളും കൊണ്ടുവരുമോ അതോ കൂടുതൽ വോട്ട് ഇവിടെ എത്തിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് മറുഭാഗത്ത്. ഒരു BJP നേതാവിനെ വിളിക്കുമ്പോൾ BJP നേതാവ് പറഞ്ഞത്, ഹാഷ്മി ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ബോർഡ് വെക്കും, സന്ദീപ് വാര്യർ ഈ വീടിന്റെ ഐശ്വര്യം എന്നൊരു ബോർഡ് ഞങ്ങൾ വെക്കും ഒരു നേതാവ് പറഞ്ഞു. അതിന് കാരണം എന്ന് പറയുന്നത് സന്ദീപ് വാര്യർ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ചാൽ സന്ദീപ് വാര്യർ പറയുന്ന വിഷയത്തിൽ ആ കോസിനോട് യോജിച്ച് നിൽക്കാൻ കുറേയധികം BJP പ്രവർത്തനം ഉണ്ടാകും, സഹതാപം അദ്ദേഹത്തിന് ഉണ്ടാകും. ഇത് പാർട്ടിക്ക് പുറത്തേക്ക് പോയെന്ന് മാത്രമല്ല, RSSനെ വിമർശിച്ചെന്ന് മാത്രമല്ല, പാണക്കാട്ടേക്ക് പോയി എന്ന് മാത്രമല്ല, ജിഫ്രി തങ്ങളെ പോയി കണ്ടു എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ വരുമ്പോഴേക്കും ഈ മോഡിയെ വിമർശിച്ചു. അങ്ങനെ മൊത്തത്തിൽ അവിടെ ഈ പറയുന്ന എല്ലാ പാർട്ടികളും പോലെ BJPയിലും കാര്യമായി തന്നെ ഇന്റേണൽ ഫ്യൂളുള്ള സ്ഥലമാണ്. ഇന്റേണൽ ഫ്യൂളിൽ ചിന്നിച്ചിതറുന്ന പാർട്ടി വോട്ടുകൾ ഒന്ന് കൂടിച്ചേരാൻ സഹായിച്ചു. അവസാന വട്ടത്തിൽ പിന്നെ BJP വിടുന്നു, BJPക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു, ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞതുപോലെ ഭിന്നിപ്പാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഒന്നിപ്പിച്ചു ഒരു ശക്തിയായി. അതേസമയം സന്ദീപ് വാര്യർ വന്നതിന്റെ തർക്കത്തിൽ മുസ്ലിം വോട്ടുകൾ പൊളിയപ്പെട്ടിട്ടില്ല എന്നൊരു ഈ പരസ്യമൊക്കെ നമ്മൾ പരസ്യവിവാദം എന്ന മട്ടിൽ നമ്മൾ നിൽക്കുമ്പോഴും ആ പരസ്യം ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുകയാണെങ്കിൽ ബാധിച്ചത് പിരായിരിയിലാണെന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മൾ പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ വിട്ട് ബൂത്ത് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ പിരായിരിയിലെ ഏതെങ്കിലും ഒരു ബൂത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പോക്കറ്റിലോ ഏതെങ്കിലും ഒരു മേഖലയിലോ അങ്ങനെ പ്രത്യേകിച്ച് സാധാരണ കുറയുന്ന വ്യത്യസ്തമായി വല്ലാതെ കുറഞ്ഞു നിൽക്കുന്നോ വല്ലാതെ മാറുന്നോ ഈ കണക്കിനെ ഒരുപക്ഷെ മുസ്ലിം വോട്ടറിങ് ചെയ്തിട്ടില്ല സന്ദീപ് ഫാക്ടർ കാരണം എന്നതിനെ സാധൂകരിക്കുന്നതല്ല. വിജയകുമാർ പറഞ്ഞ പോലെ ഇടതുപക്ഷ വോട്ടുകളാണ് ഇനിയിപ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ടുകളാണ് നിശ്ചയിക്കുന്നത് പറയുമ്പോഴും ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്ന ക്യാമ്പല്ല UDF. ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള അടിയൊഴുക്ക് എന്ന് പറയാം. അപ്പൊ ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള ഒരു വികാരമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച എതിരഭിപ്രായമുള്ള ആളുകൾ അതിനകത്തുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധികളൊക്കെ മൂന്ന് മുന്നണികൾ നേരിടുന്നുണ്ടെന്നുള്ളതാണ് പാലക്കാട്. നമ്മൾ ഈ വോട്ടെടുപ്പ് കഴിയുമ്പോൾ കഴിഞ്ഞ ആ സമയം മുതൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ വിളിക്കുന്നുണ്ട്. CPM-മാരെ വിളിക്കുന്നുണ്ട്, BJP-കാരെ വിളിക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാരെ വിളിക്കുന്നുണ്ട്. അവർ പറഞ്ഞതിനെ നമ്മൾ ക്രോഡീകരിച്ചിരിക്കും. LDF ക്യാമ്പിന്റെ പ്രതീക്ഷ ഇങ്ങനെയാണ്. അതായത് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമത് പോയി LDF ഇക്കുറി 2ാം സ്ഥാനത്ത് വരും എന്നവർ ഉറച്ച പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ നഗരസഭാ പരിധിയിൽ അവർ നേടിയ വോട്ട് 16,455 ആണെങ്കിൽ അതിക്കൊരു കാര്യമായി കൂടും എന്നവർക്ക് പ്രതീക്ഷയുണ്ട് LDF-ന്. ഇനി പഞ്ചായത്തുകൾക്ക് വന്നാൽ പിരായിരിയിൽ UDF-ന് ഒരു മൃഗീയ ആധിപത്യം ഇക്കുറി ഉണ്ടാവില്ലെന്നും പിരായിരിയിൽ വോട്ട് LDF-നും BJP കുറച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ ഒരു 8,000 to 9,000 വോട്ട് LDF പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്തൂരും കണ്ണാടിയും നേരത്തെ ഹെയർലൈൻ ഭൂരിപക്ഷമാണെങ്കിൽ ഇക്കുറി കുറച്ചുകൂടി ഭൂരിപക്ഷം ആയിരങ്ങളിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ ബേസ് വോട്ടായ 34,000 to 39,000 വോട്ട് 44,000 വോട്ടിലേക്ക് ഉയരുമെന്നുള്ളതാണ് അവരുടെ ഒരു ഇന്റേണൽ അത്. ഇനി 1ാം സ്ഥാനത്ത് ആരും ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 1ാം സ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ് LDF-ന് കണക്ക്. ഞാൻ ഇന്ന് രാവിലെ വിളിച്ച CPM അവിടെ ഒന്നാമത് BJP വരും, 2ാം സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസും LDF-ഉം തമ്മിൽ മത്സരം നടക്കുന്നുണ്ടെന്നും അതിൽ ഒരു 500 വോട്ടിനെങ്കിലും ഇടതു മുന്നണി രണ്ടാമതായിരിക്കും അദ്ദേഹം പറഞ്ഞത്. അല്ല, 1ാം സ്ഥാനത്ത് BJP വരികയാണ്, ആരുടെയൊക്കെ വോട്ടുകളാണ് മറയുന്നത് എന്ന് പറഞ്ഞു. അവരുടെ വോട്ട് പിടിച്ചു എന്നുള്ളതാണ്. നമ്മൾ പല നേതാക്കളെ വിളിച്ചാൽ നമ്മൾ നാറ്റുകുറിക്കാണ് ഞാൻ പറയുന്നത്. ഇനി UDF-ന്റെ ക്യാമ്പിലേക്ക് വന്നാൽ UDF ക്യാമ്പ് രാഹുൽ മാങ്കോട്ടൻ ജയിക്കുമെന്ന് ഉറപ്പായും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷം അത്രത്തോളം ആദ്യം പറഞ്ഞ 10,000 വോട്ട് ഭൂരിപക്ഷം എന്ന അവകാശം അത് ഇപ്പോൾ അവർ കാര്യമായി ഉന്നയിക്കുന്നില്ല. ഒരു ഷാഫി നേടിയ 3,849 താഴുകയുമില്ല.
അതിനിടയിൽ ഒരു റേഞ്ചിൽ ജയിക്കും എന്ന് തന്നെ പറയുന്നുണ്ട്. അതിന് കാരണം അവർ പറയുന്നത് എന്താണ്, ഈ നഗരസഭാ പരിധിയിലെ വോട്ട് കുറഞ്ഞ് ഈ കണക്ക് അവർ മുന്നോട്ടേക്ക് വെക്കുന്നു. ഈ ശ്രീധരൻ 6000 വോട്ടിൽ ലീഡ് നഗരസഭാ പരിധിയിൽ നേടിയെങ്കിൽ സി കൃഷ്ണകുമാറിന് ആ ലീഡ് അവിടെ എടുക്കാനുള്ള ഒരു രാഷ്ട്രീയ കാരണമില്ലെന്നാണ് വിശദീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ശ്രീധരനല്ല സി കൃഷ്ണകുമാർ, ഈ ശ്രീധരൻ അദ്ദേഹത്തിന്റെ രീതിയിൽ വലിയ ഏറ്റവും മികച്ച കാരണം അതെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ശ്രീധരൻ അവിടെ 6000 വോട്ട് ഭൂരിപക്ഷം ശ്രീധരൻ നേടിയെങ്കിൽ ഇക്കുറി അത്രയും വോട്ട് അവർ നേടാൻ പോകുന്നില്ല. പിരായിരിയിലും മാത്തൂരും അടക്കം അങ്ങനെ കാര്യമായ വോട്ടുകൾ നേടാൻ പോകുന്നില്ല. 2ാം സ്ഥാനത്ത് അവർ പ്രതീക്ഷിക്കുന്നത് ആരെയാണ്? BJP തന്നെയാണ് 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്യുന്നത്. ഇനി BJPയുടെ ക്യാമ്പിലേക്ക് വന്നാൽ സി കൃഷ്ണകുമാർ 50,000 വോട്ട് നേടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ എന്ന് പറഞ്ഞാൽ ഈ നഗരസഭാ പരിധിയിൽ വോട്ട് കൂടി എന്ന നിലയ്ക്കാണ് ഈ അവർ ജയിക്കും എന്നാണ് അവർ പറയുന്നത്. ഓഫ് കോഴ്സ് അവർ ജയിക്കും തന്നെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 50,000 വോട്ട് നേടി ജയിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നഗരസഭാ പരിധി തന്നെയാണ്. 10-32,000 വോട്ടുകൾ നഗരസഭാ പരിധിയിൽ, പിരാരിയിൽ ഒരു 8,000 വോട്ട് വരെ, മാത്തൂരിൽ 5,000 വോട്ട്, കണ്ണാടിയിൽ 6,000-ൽ പരം വോട്ട്, അങ്ങനെ പിടിക്കും. അവർക്ക് കഴിഞ്ഞ എത്ര വോട്ട് കിട്ടിയിട്ടുണ്ട്? വളരെ ചെറിയ വോട്ടുകൾ. കണ്ണാടിയിലും മാത്തൂരും ഇഞ്ചോടിഞ്ച് എന്ന് വെച്ചാൽ 2ാം സ്ഥാനത്ത് ഇഞ്ചോടിഞ്ച് മത്സരം BJPയുടെ കണക്കൂട്ടൽ. അതായത് അവിടെ ഇപ്പൊ കണ്ണാടിയിൽ CPM 1-ാമതായാൽ LDF-നും തൊട്ടടുത്ത് 2ാം സ്ഥാനത്തും അല്ലെ ചെറിയ വ്യത്യാസത്തിൽ 3ാം സ്ഥാനത്തുമാണ് അവരുടെ കണക്കൂട്ടൽ. എന്ന് പറഞ്ഞാൽ അവർക്ക് ആ മേഖലയിൽ നേരത്തെ മാധൂരും BJPന്റെ ബേസ് വോട്ട് എത്രയാണ്, എത്ര വർധനമാണ് അവർ പ്രതീക്ഷിക്കുന്നത്, അത് എവിടെ നിന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്? അല്ല, കണ്ണാടിയിൽ മാത്തൂർ അവർ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ തവണ അവർ കിട്ടാതിരുന്ന, ഒരു കാലത്തും അവർ കിട്ടാതിരുന്ന ചില സെഗ്മെന്റുകളിൽ നിന്ന് ചില വോട്ടുകൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ സന്ദീപ് വാര്യർ ഫാക്ടർ ഉണ്ട്. ക്രിസ്ത്യൻ വോട്ട് അവരെ കാര്യമായി തന്നെ സ്വാധീനിക്കും. അധികം വോട്ടൊന്നുമില്ല, ഒരു 10,000 വോട്ടൊക്കെ ഉള്ളൂ. പക്ഷെ അധികം വോട്ട് കാര്യമൊന്നുമില്ല. എങ്കിൽ കൂടി കൃഷ്ണകുമാർ മുൻപത്തൊക്കെ പോയി. പക്ഷെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡിസൈസീവായ വോട്ട് അവിടെ ഇല്ല. ഡിസൈസീവ് വോട്ട് അവിടെ ഇല്ല. മാത്രമല്ല, യാത്ര മേഖല കേന്ദ്രീകരിച്ച് കോൺഗ്രസ് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചില നീക്കങ്ങൾ അവസാനമായിട്ട് നടത്തിയെന്ന് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എത്ര മുൻപം കത്തിച്ചാലും എൻ ബ്ലോക്കായ കൃഷ്ണ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നില്ലെന്ന് പറയുമ്പോൾ പോലും അവിടെ നിന്ന് പോകുന്ന വോട്ട് ഷാഫിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടാണ്. ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിൽ ഇത്തവണ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമോ? കാരണം ഈ അവസാന സമയത്ത് പരസ്യ വിവാദവും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ LDF നടത്തിയ ശ്രമം വിജയിച്ചിട്ടുണ്ടോ എന്നാണ്. അതെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മളെ കണക്ക് നോക്കിയാൽ, നമ്മൾ ബൂത്ത് ലെവൽ കണക്ക് നോക്കിയാൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ചെയ്യപ്പെടാതിരുന്നിട്ടില്ല. എൻ ബ്ലോക്കായി വോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു മേഖലയിലേക്കാണോ അതോ LDF-നോട് പോയിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. പക്ഷേ ഒരു BJP ജയിക്കുന്ന പോസിബിലിറ്റി വെച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ആ വോട്ടുകൾ സാറിന് കാര്യമായി പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല. ആ വോട്ടുകൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ട സമയമാണ്. പാലക്കാടും ചേലക്കരയും വയനാടും 3 മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ വരാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും ദേശീയ ശ്രദ്ധ പതിഞ്ഞിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിന്റെ ഫലവും നാളെ വരാൻ പോകുന്നു. നെഞ്ചിരിപ്പോടുകൂടി രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും കാത്തിരിക്കുന്ന മണിക്കൂറുകളിലൂടെ കേരളം കടന്നു പോകുമ്പോൾ സാധ്യതകൾ എന്തൊക്കെയാണ് പെട്ടിപൊട്ടിക്ക് മുൻപ് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വെൽക്കം ബാക്ക്. പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ടും കന്നിയംഗത്തിനായി തിരഞ്ഞെടുത്ത മണ്ഡലം എന്ന സവിശേഷത കൊണ്ടും രാജ്യം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ആദ്യമായി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്ന പ്രത്യേകതയാണ് വയനാടിനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇക്കഴിഞ്ഞ മെയ് മാസത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം നിയമസഭാ മണ്ഡലം തിരിച്ചു നോക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നമുക്ക് ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനം എന്താണെന്ന് നോക്കാം. ഇടതുമുന്നണി ഭരിക്കുന്ന മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ 63.89% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇനി UDF ഭരിക്കുന്ന സുൽത്താൻ ബത്തേരിയിൽ 62.68% പോളിംഗ്. UDF ഭരിക്കുന്ന കൽപ്പറ്റ മണ്ഡലത്തിൽ 65.45%, LDF ഭരിക്കുന്ന തിരുവമ്പാടിയിൽ 66.39%, UDF ഭരിക്കുന്ന ഏറനാട് 69.42%, PV അൻവറിന്റെ മണ്ഡലമായ നിലമ്പൂർ മണ്ഡലത്തിൽ 61.91% പോളിംഗ്. UDF ഭരിക്കുന്ന വണ്ടൂരിൽ 64.43%. ആകെ അങ്ങനെ വയനാട്ടിൽ ഇക്കുറി ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം 64.72. ഒരു സ്ഥലത്ത് പോലും എന്താണ് അതൊരു 65-അപ്പുറത്തേക്കൊന്നും പോകുന്നില്ല അല്ലേ? അവിടെ നിലമ്പൂർ മാത്രമാണ് 69. നിലമ്പൂരും ഒക്കെ എനിക്ക് തോന്നുന്നത് 61, 62 വന്നിട്ടുള്ളൂ. പരമതേനി വരും. നമ്മൾ ആ ദിവസം വയനാടുണ്ടല്ലോ, വയനാടുണ്ട്. രാവിലെ മുതൽ തന്നെ ഇപ്പോൾ കൽപ്പറ്റയിലുള്ള പ്രധാനപ്പെട്ട ബൂത്തുകൾ കഴിഞ്ഞ തവണയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്ന ബൂത്തുകളാണ്. രാവിലെ മുതൽ തന്നെ ആളുകൾ ശുഷ്കമായിരുന്നു. ഉച്ചയാകുമ്പോഴേക്കും ഒരു കുഞ്ഞുപോലും ഇല്ലാത്ത അവസ്ഥ ആ ബൂത്തിൽ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ ബൂത്തിലും ഉച്ചയായപ്പോഴേക്കും ഏതാണ്ട് ശൂന്യമായ അവസ്ഥയുണ്ടായി. അപ്പോൾ 2 മണി കഴിയുമ്പോഴേക്കും ആൾക്കാർ ഇറങ്ങുന്ന പ്രതീക്ഷയുണ്ടായി. കാര്യമായ അങ്ങനെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വന്ന് വോട്ട് ചെയ്ത് പോയതല്ല. കാര്യമായ നീണ്ട ക്യൂ വയനാട് ഒരു ബൂത്തിൽ നമുക്ക് അങ്ങനെ നീണ്ട പ്രകടമായി കാണാൻ കഴിഞ്ഞില്ല. മാത്രമല്ല 6 മണി കഴിഞ്ഞ് ആൾ നിന്ന് ഒരൊറ്റ ബൂത്തുകളുണ്ടായില്ല. 6 മണിയായപ്പോൾ 6 മണിക്ക് മുമ്പ് തന്നെ എല്ലാം വൈൻഡപ്പ് ചെയ്തു, കാര്യങ്ങളൊക്കെ പണി
മണി പൂർത്തിയാക്കി ഷാർപ്പ് 6 മണിയായപ്പോഴേക്കും കടയടച്ചു. വിജയകുമാർ, ഞാൻ ഈ കാര്യത്തിൽ എനിക്കൊരു നിരീക്ഷണമുണ്ട്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ വിവാദമായതാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഒരു പ്രസ്താവന. കാരണം നാടിനെ ആകെ ബാധിച്ച പ്രശ്നമല്ല, ഒരു പഞ്ചായത്തിലെ 3 വാർഡുകളെ മാത്രം ബാധിച്ചതായിരുന്നു ഉരുൾപൊട്ടൽ എന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വയനാടിനെ ആകെ, അവിടുത്തെ ജനതയെ മുഴുവൻ, അതായത് ഞങ്ങളുടെ ഒരു പ്രശ്നത്തിൽ ശരിയായ രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല, ഒരു കരുതൽ ഉണ്ടാകുന്നില്ല എന്നൊരു ഫീലിംഗ് ഇതിന്റെ ബാക്ക്ഡ്രോപ്പായിട്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ കിടക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിലൊന്നും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ ആ നിലയ്ക്കൊന്നും വയനാട്ടിലെ ജനങ്ങൾ പൊതുവിൽ എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിലെവിടെയും ഒരു നിസ്സംഗത വോട്ടർമാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം വയനാടിന്റെ പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അതിപ്പോൾ സംസ്ഥാന സർക്കാരായാലും ശരി, കേന്ദ്ര സർക്കാരായാലും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരിടമാണ്. അവിടെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നൊരു ഫീലിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ ഇവർക്കുണ്ട്, ബാക്ക്ഡ്രോപ്പിൽ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. വലിയ ഗോപി ഉദ്ദേശിക്കുന്ന ഒരു പ്രതിഷേധ സ്വഭാവം ഉണ്ടോ എനിക്കറിയില്ല. സ്വഭാവമല്ലേ പറഞ്ഞത്, നിസ്സംഗമായ ഒരു ഫീലിംഗ് ആണ്. ഒരു തർക്കം കരുത്തില്ല. ഞാൻ കണക്കാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇപ്പം CPI പറയുന്നുണ്ട്, അല്ലെങ്കിൽ CPM LDF പറയുന്നുണ്ട് അവിടെ രാഷ്ട്രീയമായി വോട്ട് ചോദിച്ചില്ല പ്രിയങ്ക, രാഷ്ട്രീയമായി വോട്ട് ഞങ്ങൾ മാത്രമാണ്, അവിടെ കാര്യങ്ങളെ വൈകാരികമായി പറഞ്ഞു. അതിനോടുള്ള ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ വ്യക്തിപരമായി കരുതുന്നു നമ്മളവിടെ പോയ അനുഭവത്തിൽ നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ എത്ര മനുഷ്യർ നമ്മളെ ഇപ്പം നമ്മളുടെ സ്നേഹത്തിനടുത്ത് വരുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കും, സെൽഫി എടുക്കുന്നു. അതിനുശേഷം അവർ പറയുന്നത് എൻ്റെ ആഷ്മി ഒരു ജീവിക്കാൻ നിവൃത്തിയില്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം മാത്രമല്ല, വയനാട് ഒന്നാകെ ഉരുൾപൊട്ടൽ ബാധിച്ചിരിക്കുന്നു. ടൂറിസ്റ്റുകൾ അങ്ങോട്ടേക്ക് വരുന്നില്ല, ഹോട്ടൽ വ്യവസായ പ്രതിസന്ധിയിലാണ്, അവിടെ പച്ചക്കറി വിൽക്കുന്ന പ്രതിസന്ധിയിലാണ്, പഴങ്ങൾ വിൽക്കുന്ന പ്രതിസന്ധിയിലാണ്. അവിടെ സകല ജീവിതങ്ങളും വല്ലാത്ത അനുഭവത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ വല്ലാത്ത അനുഭവത്തിൽ സങ്കടപ്പെട്ട് നിസ്സംഗമായി നിൽക്കുമ്പോൾ നമുക്ക് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് രേഖപ്പെടുത്തണമെങ്കിൽ അത്രത്തോളം വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയൊക്കെ ഉണ്ടാകും. അത് എത്ര ഉണ്ടാകും? വ്യക്തിപരമായി നേരെ തിരിച്ച് ആലോചിച്ചൂടെ? അതായത് 5 വർഷം രാഹുൽ ഗാന്ധി വയനാടിനെ പ്രതിനിധീകരിച്ചു. അടിസ്ഥാനപരമായി വയനാട്ടിൽ എന്തു മാറ്റമുണ്ടായി? യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കേണ്ടതാണ്. 2019 രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ വരുമ്പോഴും അദ്ദേഹം രണ്ടാമത് തെരഞ്ഞെടുക്കപ്പെട്ട് പോകുമ്പോഴും തമ്മിൽ വയനാട്ടിൽ എന്ത് അടിസ്ഥാനപരമായ മാറ്റമുണ്ടായി? നല്ലൊരു ആശുപത്രി ഉണ്ടോ? വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ വയനാട്ടിൽ ഒരാളെ ആന കുത്തി 3-4 മണിക്കൂർ രക്തം വാർന്ന അവിടുത്തെ 2 ആശുപത്രികളിൽ അദ്ദേഹം മതിയായ ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും ആ പാവപ്പെട്ട കർഷകൻ മരിച്ചു. ജോണി അല്ലേ? ജോണി ഞാൻ പറഞ്ഞ ആരാണ് ഉത്തരവാദി? ഇപ്പോൾ ആളുകളുടെ നിസ്സംഗതയ്ക്ക് ഒരു കാരണമുള്ളത് ഏത് ഹൈ പ്രൊഫൈൽ ആൾ അവിടെ നിന്ന് ജയിച്ചു പോയിട്ടും ആ നാടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒരു ഇടപെടൽ മാറ്റമുണ്ട്. ഇപ്പൊ ഞാൻ MP ഫണ്ട് ചെലവഴിക്കലോ അത്തരം സംഗതികളാണ്. ഒരു മെഡിക്കൽ കോളേജ് പൂർണ്ണാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ ഏറ്റവും ആവശ്യമുള്ള ഒരു മേഖലയാണ് വയനാട്, അല്ലെ? അതിലൊരാൾക്കും തർക്കം ഉണ്ടാവില്ല. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ആദ്യം പറഞ്ഞത് നിങ്ങളുടെ മെഡിക്കൽ കോളേജ് ഞാൻ സാധ്യമാക്കും എന്നാണ് ഇവിടെ വന്നപ്പോൾ ആദ്യം പറഞ്ഞത്. 5 വർഷത്തിലധികം ഉള്ള സാവകാശം ഉണ്ടായിരുന്നപ്പോൾ അതിൽ എന്ത് നടപടിയിലേക്ക് പോയി എന്ന് കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധി അവിടെ വിശദീകരിച്ചിട്ടുണ്ടോ? എന്റെ സഹോദരിയെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു, എന്നെ നോക്കിയതുപോലെ അനുഗ്രഹിച്ച പോലെ അവരെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. മാത്രമല്ല പിന്നെ 2 പ്രതിനിധികൾ ഇനി ഉണ്ടാകും എന്നൊക്കെ പറയുന്നല്ലാതെ മാത്രമല്ല അടിസ്ഥാന പ്രശ്നം ഈ വയനാടിന്റെ വിജയം പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജ് ആകട്ടെ, രാത്രി യാത്രാ നിരോധനമാകട്ടെ, ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. ആരും പ്രധാനം ചെയ്യുന്നു എന്ന് ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ഇതിൽ മാറ്റമൊന്നും കാണുന്നില്ല എന്ന് ഒരു വിഭാഗം ജനങ്ങൾ വിചാരിക്കുകയും അതിൽ ഈ കോൺഗ്രസും BJPയും LDF ഒക്കെ കാണും. അതുകൊണ്ട് അവർ നിസ്സംഗമായി ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല, ചെയ്തിട്ട് എന്ത് കാര്യം അവർ ആ മട്ടിൽ വിചാരിച്ചാൽ ഞാൻ നിൽക്കുന്നത് LDFന്റെ കുട്ടിക്കലാശ സ്ഥലത്താണ് നിൽക്കുന്നത്. കുട്ടിക്കലാശ നടക്കുമ്പോൾ റോഡിന്റെ സൈഡിൽ കൂടെ ഒരു മണിക്കൂറിൽ ഒരു 5-6 ആംബുലൻസ് കയറി പാഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട് ആഷ്മിയോട് നിൽക്കുന്നുണ്ടല്ലോ, ഇപ്പൊ എത്ര ആംബുലൻസ് 1 മണിക്കൂർ പോയി എണ്ണിയോ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നമുക്ക് മുന്നിൽ ഇങ്ങനെ പോകുന്നുണ്ട്, ആംബുലൻസ് പോകുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു 1 മണിക്കൂറിൽ പോയത് 6 ആംബുലൻസാണ് പോയത്. ഇത് ഈ സമയത്ത് മാത്രമല്ല, എല്ലാ 1 മണിക്കൂറിലും ഇവിടുന്ന് ആംബുലൻസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ ഇത് നിങ്ങളൊന്ന് പറയണം. ഇവിടെ ആര് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് നിങ്ങൾ ഉറച്ച് പറയണമെന്ന് എന്നോട് പറഞ്ഞത് UDF കേന്ദ്രങ്ങൾ ആൾ പറഞ്ഞിട്ടുണ്ട്, LDF കേന്ദ്ര ആൾ പറഞ്ഞിട്ടുണ്ട്, BJP കേന്ദ്ര ആൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉറച്ച് പറയണം എന്ന് പറഞ്ഞു. ദുരന്തം ഉണ്ടായ ദിവസം നമ്മൾ താമരശ്ശേരി ചുരത്തിന് താഴെ എത്ര മണിക്കൂർ ഞാൻ അങ്ങോട്ടുള്ള യാത്രയിൽ കിടന്നു. കാരണം വെച്ചാൽ അവിടുന്ന് ആംബുലൻസുകൾ ഇങ്ങനെ വരിവായി ഇറങ്ങി വരിക, ഒരു വണ്ടിക്ക് പോലും മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നത് അവിടുത്തെ ജനങ്ങളെ എന്തിന് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് ആ മട്ടിൽ അവർക്ക് മറുപടി കൊടുക്കാൻ 2 കാൽക്കുലേഷനാണ് തെറ്റുന്നത്. ഒന്ന്, പ്രിയങ്കയുടെ വരവ് ഗംഭീരമായ ഒരു ചരിത്ര സംഭവമാക്കാം എന്നുള്ള ഈ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ മങ്ങാൻ പോകുന്നു. 2, പ്രിയങ്ക എഫക്ട് മറ്റ് 2 ഉണ്ടാകും എന്ന് കരുതിയ കോൺഗ്രസ് ഉണ്ടെങ്കിൽ അതും ഇല്ലാതാകും. വിശദാംശങ്ങളുമായി ചേരുന്നു. നമുക്ക് ദീപക്കുമായി സംസാരിക്കാമോ? ദീപക്, ഏറ്റവും ഒടുവിലത്തെ കണക്കുകൂട്ടലുകളിൽ മുന്നണികളുടെ മനക്കണക്കുകളിൽ എന്താണ് തെളിയുന്നത്?
ഈ ഭൂരിപക്ഷമാണല്ലോ കോൺഗ്രസ്. ഇപ്പോൾ രാവിലെ ടി സിദ്ദിഖോ മറ്റോ പറയുന്നത് കേട്ടു 4 ലക്ഷത്തിലധികം എന്ന് വെച്ചാൽ 5 ഉം 5.5 ഒക്കെ ആകാമല്ലോ എന്നാണ് ടി സിദ്ദിഖ് എവിടെയോ പറയുന്നത് ഞാൻ കേട്ടു. നേരത്തെ ഇപ്പൊ പറഞ്ഞു ഇന്നും പറഞ്ഞു എവിടെയോ പറഞ്ഞു. അല്ല വോട്ട് പോയി 5 ലക്ഷം പറഞ്ഞു. 4-ന് മുകളിൽ പറഞ്ഞു. അല്ല നേരത്തെ 5 അത്ഭുതപ്പെടാൻ 4-ന് മുകളിലാണ് 5 എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അപ്പൊ ദീപക്, എന്താണ് ഒടുവിലത്തെ ഒരു കണക്ക്? വിജയകുമാർ പറഞ്ഞത് തന്നെയാണ്. വലിയ ഒരു താരമത്സരം നടന്നു, താരമൂല്യമുള്ള സ്ഥാനാർത്ഥി വരുന്നു. അതുകൊണ്ടൊന്നും തന്നെ വയനാട്ടിൽ ഒരു ഇളക്കവും ഉണ്ടായില്ല. മാത്രവുമല്ല, മറ്റ് 2 മണ്ഡലങ്ങളിൽ നമ്മൾ പോയ പാലക്കാടും ചേലക്കരയിലും ഒന്നും തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് കേരളത്തിലെ സ്ഥാനാർത്ഥിത്വത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ തരംഗത്തിൻ്റെ 7 അയലത്ത് വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആ കണക്കുകൾ മാത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ 8% പോളിംഗിലെ കുറവ് സംഭവിച്ചിരിക്കുന്നു. അതായത് 79.92 ആയിരുന്നു കഴിഞ്ഞ രാഹുൽ ഗാന്ധിയുടെ മത്സരത്തിലെ പോളിംഗ് എങ്കിൽ 64.71% പോളിംഗ് ഇടിയുമ്പോൾ അവിടെ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ പ്രിയങ്ക എഫക്റ്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് താഴെ തട്ടിലെ വോട്ടർമാരിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ആ ദിവസം ഈ വോട്ടെടുപ്പ് ദിവസം വിവിധ ബൂത്തുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത് നിസ്സംഗഭാവത്തിലായിരുന്നു ഏറെ പേരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. എന്തിന് വോട്ട് ചെയ്തിട്ട് കാര്യം എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. വിജയകുമാർ, ഇത് പാലക്കാട് നമ്മൾ നിൽക്കുമ്പോഴും കണ്ടതാണ്. അത് പൊതുവിൽ ഈ ഉപതെരഞ്ഞെടുപ്പിനോട് ഒരു സാമാന്യ ജനം മുഖം തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ മുഖം തിരിയൽ ആർക്കെതിരാകുമെന്ന് ചോദിച്ചാൽ വയനാട്ടിൻ്റെ കാര്യത്തിൽ അത് UDF-നെതിരെ തന്നെയാണ്. കാരണം പ്രിയങ്ക ഗാന്ധി ഒരു വർദ്ധിത ഭൂരിപക്ഷത്തിൽ 5 ലക്ഷത്തിന് മുകളിലൊക്കെ ഭൂരിപക്ഷമായിരുന്നു ആദ്യം ടി സിദ്ദിഖ് എന്നോടും പറഞ്ഞത്, ആഷ്മിയോട് പറഞ്ഞതുപോലെ തന്നെ എന്നോടും പറഞ്ഞിരുന്നു. മാത്രമല്ല KC വേണുഗോപാലുമായി സംസാരിക്കുമ്പം അദ്ദേഹവും വലിയ ഭൂരിപക്ഷം. കാരണം അതിന് നിരവധി കാരണങ്ങൾ അവർ പറഞ്ഞു. കാരണം പ്രിയങ്കരിയാണ് പ്രിയങ്ക എന്നുള്ളതായിരുന്നു അവരുടെ ടാഗ് ലൈൻ. പക്ഷേ അത്രമേൽ പ്രിയങ്കരിയാണെങ്കിൽ പോലും വോട്ട് കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ വലിയ ഭൂരിപക്ഷം, വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി പാർലമെൻറ്റിലേക്ക് എന്നത് സഹോദരനേക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷത്തോടുകൂടി പാർലമെൻറ്റിലേക്ക് എന്നതാകുമോ എന്നതാണ് കണക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഏതായാലും UDF ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. LDF ആണെങ്കിൽ ഈ മണ്ണിൻ്റെ മണമറിയുന്ന ഒരു സ്ഥാനാർത്ഥി ഇറക്കി. ആനി രാജയ്ക്ക് പകരം സത്യൻ മൊകേരി വരുന്നു. സത്യൻ മൊകേരി ആണെങ്കിൽ കർഷക സമരങ്ങളുടെ നേതാവാണ്. ആ നിലയിൽ അവർക്കിറക്കാവുന്ന, മാത്രവുമല്ല LDF-ന്റെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വോട്ട് LDF-ന് നേടിക്കൊടുത്ത ഒരു സ്ഥാനാർത്ഥിയാണ് സത്യൻ മൊകേരി, CPI-യുടെ നേതാവ്. അങ്ങനെ ഇറക്കി. മാത്രവുമല്ല KS സുരേന്ദ്രന് പകരക്കാരിയായി വരുന്നത് നവ്യ ഹരിദാസാണ്. കോഴിക്കോട്ടെ രാഷ്ട്രീയത്തിൽ മാത്രം, കോർപ്പറേഷൻ കൗൺസിൽ രാഷ്ട്രീയത്തിൽ മാത്രം ഉള്ള ആൾ ഒരു വളരെ സീസൺഡ് ആയ ഒരു പൊളിറ്റീഷ്യനായി പ്രചരണത്തിനിറങ്ങുന്നു. ദേശീയ നിലവാരത്തിലുള്ള താരപ്രചാരകരെ എല്ലാം ഇറക്കുന്നു. പക്ഷേ ഈ ഇറക്കൽ കൊണ്ടെല്ലാം തന്നെ പോളിംഗ് ഉയർത്താൻ പറ്റുന്നില്ല എന്നത് യഥാർത്ഥത്തിൽ ഉപതെരഞ്ഞെടുപ്പിനോട് ജനം അല്പമെങ്കിലും മുഖം തിരിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. വയനാട്ടിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഒരു പ്രചാരകരും താരപ്രചാരകരും പോയില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ആംബുലൻസുകളുടെ എണ്ണം കാണുന്നതാണ്. മണിക്കൂറിൽ ആഷ്മി 6 ആംബുലൻസ് ഒന്നും അല്ല, ഏതാണ്ട് 10-ലേറെ ആംബുലൻസ് ഒക്കെ പോകുന്ന ഘട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ വയനാട്ടിൽ കൃത്യമായി ആരോഗ്യ സംവിധാനം ഇതൊന്നുമില്ല. അപ്പോൾ അടിസ്ഥാന പ്രശ്നങ്ങളിൽ പരിഹാരമില്ലാതെ പോകുമ്പോൾ ജനാധിപത്യത്തിൽ നിന്നും അകലുന്നു എന്നുള്ളതാണ് ഈ വോട്ടിംഗ് പാറ്റേണിലെ ശതമാനക്കുറവ് കാണിക്കുന്നത്. ആഷ്മി, വിജയകുമാർ, ഗോപി. ശരി, ദീപക് ദർപ്പണമാണ് വിവരങ്ങൾ നൽകിയത്. ദീപക് വയനാട്ടിൽ ഉണ്ടായിരുന്നു. വയനാട്ടിലെ ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം എന്താണ്, എന്തുകൊണ്ടാണ് വയനാട്ടിൽ വോട്ടർമാർ ഒരു നിസ്സംഗ മനോഭാവത്തോടുകൂടി ഈ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗിനെ സമീപിച്ചത് എന്നതിന്റെ ഒരു കാരണം കൂടിയാണ് ദീപക് വിശദീകരിച്ചത്. നമുക്കറിയാം, ഇനി കോൺഗ്രസ് വർഷം പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഗ്രസ് വർഷം പറയുന്നത് മറ്റേ ചരിത്രത്തിൽ ഇന്നവരെ ഇല്ലാത്തവണ്ണം ഇടതുമുന്നണി ഒരു പ്രചരണം നടത്താതെ ഒതുങ്ങിയിരുന്നു. അവസാന ഘട്ടം വരെ ഒതുങ്ങിയിരുന്നു. ഇടതുമുന്നണി പ്രവർത്തകർ ഞങ്ങൾ എന്തിനിറങ്ങി വോട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലോ, പിന്നെ ഇറങ്ങി വോട്ട് ചെയ്യേണ്ട കാര്യമില്ല ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ കരുതി ഇടത് കേന്ദ്രങ്ങൾ കാര്യമായി വോട്ട് ചെയ്യപ്പെട്ടില്ല. BJP-ക്കും സമാനമായ അവസ്ഥയുണ്ട്. അപ്പോൾ അതാണ് ഈ ശതമാനക്കുറവിന് കാരണമെന്നാണ് കോൺഗ്രസ് വെർഷൻ. അതിനൊരു പരിധി വരെ ഒരു ചെറിയ ഘടകം ഉണ്ടോ വെച്ചാൽ ചെറിയ ഘടകം ഉണ്ടാകും. പക്ഷേ എന്നതുകൊണ്ട് മാത്രം പോളിംഗ് ശതമാനം ഇത്രയും ഇടിയില്ല, പ്രചാരണം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. UDF-ന് മൃഗീയ ആധിപത്യമുള്ള മണ്ഡലങ്ങൾ ഈ വയനാട് മറ്റു മണ്ഡലങ്ങളെക്കാൾ അധികം ഉണ്ടല്ലേ? മണ്ഡലങ്ങളൊന്നും 65 കൂടിയിട്ടില്ല. അതാണ് അതിലെ അടിസ്ഥാന പ്രശ്നം. അല്ല, പൊതുവെ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, ഞാൻ എൻ്റെ വ്യക്തിപരമായ മനസ്സിലാക്കൽ ഈ പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണം ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമോ ഏതെങ്കിലും തരത്തിൽ നിസ്സംഗതയോ ഒന്നുമല്ല. എന്ന് പറഞ്ഞാൽ ഗോപി, നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മുടെ അസ്തിത്വത്തിൽ, നമ്മുടെ വീടിനെ, നമ്മുടെ വീട്ടുകാരെ ബാധിക്കുന്ന ഒരു വേദന നിലനിൽക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വോട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാവില്ല. ഒരു അല്ല, ഞാൻ എനിക്ക് അങ്ങനെ ഒരു ഇമോഷണൽ പോയിന്റ് അതിനകത്ത് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം അതിനകത്ത് തുറന്നാൽ എനിക്ക് ഒരു മടിയില്ല. അത് ഞാൻ പറഞ്ഞത്, നമ്മൾ പറഞ്ഞതും വിജയൻ പറഞ്ഞതും ചേർത്ത് വായിക്കാവുന്നതാണ്. കാരണം കഴിഞ്ഞ 5 വർഷം ഒന്നും ചെയ്തില്ല, ഇനി ഒന്നും നടക്കാൻ ഒരു വേദന. ആ വേദന പോളിംഗ് ശതമാനം കുറവിന് കാരണമായെന്ന് വ്യക്തിപരമായി അവരോട് സംസാരിച്ച് പോകത്ത് ഞാൻ പറഞ്ഞു കേട്ടോ. എനിക്കറിയില്ല, അത് അല്ലാതെ അറിയില്ല.
ഈ വയനാട്ടിൽ കഴിഞ്ഞ തവണ ഇപ്പൊ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ UDF കിട്ടിയത് 59.69% വോട്ട് ഷെയർ ആണ്. അതായത് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വോട്ടുകൾ 59.69% ആണ് വോട്ട് ഷെയർ. ഇടതുമുന്നണിക്ക് കിട്ടിയത് 26.09. NDAക്ക് അന്ന് കെ സുരേന്ദ്രനായിരുന്നു NDA സ്ഥാനാർത്ഥിയെ മത്സരിച്ചത്. 13% വോട്ടുകളാണ് കിട്ടിയത്. മറ്റുള്ളവർക്ക് 1.06. ഇതാണ് വയനാട്ടിൽ 2024 മെയ് മാസത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ. അതിന്റെ കണക്കാണ്, ആ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ശതമാനത്തിന്റെ കുറവ് ഉറപ്പായും പ്രിയങ്ക ഗാന്ധി ഈ പറഞ്ഞ 5 ലക്ഷം 4 ലക്ഷം ഒന്നും പോയില്ലെന്നാലും ഉറപ്പാണ്. ഒരു 3 ലക്ഷം എത്തിയാൽ പോലും പ്രിയങ്ക ആദ്യ മത്സരമാണ്. അത് KPC മറുപടി പറയേണ്ടി വരും. മാത്രമല്ല പ്രിയങ്ക ഗാന്ധി ആ വിഷയത്തിൽ കുറച്ച് അസ്വസ്ഥയാണ് എന്ന് പോലും കേൾക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ദീപക് ധർമ്മട സംസാരിക്കുമ്പോഴും ശതമാനത്തെപ്പറ്റി അത് ജനം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു വരികയായിരുന്നു. അപ്പോൾ തന്നെ സൂചന ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രശ്നം അവിടെയുണ്ട്. ഇനി LDF വന്നാൽ സത്യമൊഗേരിയെ പോലെ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ അവിടെ നിർത്തുന്നു എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൽ LDF ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊടുത്ത ഒരു സ്ഥാനം സത്യമൊഗേരിയാണ് എന്ന് പറഞ്ഞാൽ വലിയ വിറപ്പിച്ചു വിട്ടു. എന്താണ് വലിയ ഭൂരിപക്ഷത്തിൽ നിന്നും 20,000 ഭൂരിപക്ഷത്തിലേക്ക് താത്താൻ MI ഷാനവാസ് അന്തരിച്ച കോൺഗ്രസ് നേതാവ്. അദ്ദേഹം ആ 5 വർഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ പറ്റി ആ മണ്ഡലത്തിൽ ഞാൻ എന്റെ പോയിന്റ് ആണ്. അതായത് MP-യുടെ പ്രവർത്തനം എന്നത് ആ മണ്ഡലത്തിലെ ഒരു ഘടകമായിട്ടുണ്ടാകാനുള്ള സാധ്യത, ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വോട്ടെന്നുള്ളതല്ല. ഈ പറയുന്ന ഈ തുടർച്ചയായി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇനി പ്രിയങ്ക ഗാന്ധി അവിടെ തുടർച്ചയായി ഉണ്ടാകുമോ, അതോ നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് പോകും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉറപ്പായും അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമല്ലോ. തുടർച്ചയായി ഇപ്പോൾ ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒഴിവാക്കണം, അത്തരം അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമേ ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ പാടുള്ളൂ എന്ന നമ്മളുടെ പുതിയ തലമുറയിലെ വോട്ടർമാരുടെ ആലോചനകൾ അതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയി വോട്ട് ചെയ്യുക, അത്തരം സംഗതികൾ ഒഴിവാക്കണം. ഇതൊക്കെ വിജയം പറഞ്ഞത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതല്ല. ഞാൻ ലാൽ ജോസ് ഈ ചേലക്കരയിൽ ലാൽ ജോസിന്റെ ലാൽ ജോസ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ലാൽ ജോസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഒരു പ്രദാനം ചെയ്യുന്ന ഒരാൾ മരിക്കുമ്പോൾ മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പ് പാടുള്ളൂ, അല്ലാത്തപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പാടില്ല. 5 വർഷം കഴിയുമ്പോൾ പോരെ തെരഞ്ഞെടുപ്പ്, എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പെടുന്നത്? ഇപ്പം ഞാൻ പറയും എല്ലാ പാർട്ടി, ഇപ്പം നരേന്ദ്രമോദി വഡോദരയിലും വാരണാസിയിലും മത്സരിച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധി മത്സരിച്ചിട്ടുണ്ട്, കോൺഗ്രസും BJPയും മത്സരിച്ചിട്ടുണ്ട്, എല്ലാവരും മത്സരിച്ചിട്ടുണ്ട്. പഴയ കാലത്തും രാജീവ് ഗാന്ധി, ഇപ്പൊ ഇന്ദിരാഗാന്ധി, പല നേതാക്കന്മാർ മത്സരിച്ചു. അത് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു നേതാവിനെ കാര്യമല്ല പറയുന്നത്. അതായത് വളരെ പുരോഗതി കൈവരിച്ചിട്ടുള്ള ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പൊ റൈറ്റ് ടു റീകോൾ, അതായത് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് ഒരു ജനപ്രതിനിധി മോശമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കാനുള്ള അവകാശം അടക്കം നൽകുന്ന തരത്തിലേക്ക് അതിന് പുരോഗതി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അടിക്കടി തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതും ഒക്കെ ഒരർത്ഥത്തിൽ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇന്ത്യ പോലെ ഇത്രയും വിപുലമായ ഒരു രാജ്യത്തെ സംബന്ധിച്ച്, കാരണം അവിടെയാണ്, അതുകൊണ്ടാണല്ലോ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ രാഷ്ട്രീയമായി എതിർക്കേണ്ടത്. കാരണം ബൈ ഇലക്ഷൻ വേണ്ട എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രീം അതിശക്തമായി ഡെവലപ്പ് ചെയ്യുന്നു വരുന്നുണ്ട്. അത് ഉറപ്പായും അതിനകത്തൊരു അപ്പൊളിറ്റിക്കൽ ലൈൻ കൂടി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല ബൈ ഇലക്ഷൻ എന്ന് പറയുന്ന സാധനം ഇപ്പൊ രണ്ടിടത്ത് മത്സരിക്കാൻ പറ്റുന്ന സാധനം നമ്മുടെ ഇവിടെ നിരോധിച്ചിട്ടില്ല ഇല്ലാത്തടത്തോളം കാലം, അതിന് നിയമപരമായ പരീക്ഷകളെടുത്തോളം കാലം നമുക്കതിന് എതിർക്കേണ്ട കാര്യം തൽക്കാലം ഇല്ല. ആ തീരുമാനിക്കാൻ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ BJP വിട്ട ദിവസം അതിന് പിറ്റേന്ന് കുറച്ച് ആളുകളോട് ഒരു പ്രതികരണം എടുക്കാൻ ചോദിച്ചപ്പോഴേ സന്ദീപ് വാര്യർ BJP വിട്ട് തിരിച്ചടിയാവുമെന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ സന്ദീപ് വാര്യർ ആരാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചോദിച്ചവരുണ്ട്. അത് കേട്ട് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മുഴുവൻ വിഷ്വൽ മീഡിയയും സന്ദീപ് വാര്യരുടെ വാർത്ത, പത്രങ്ങളിൽ സന്ദീപ് വാര്യരുടെ വാർത്ത, ഇന്റർവ്യൂ, പ്രതികരണങ്ങൾ, രാഷ്ട്രീയ ചർച്ചകൾ നടക്കും. പിറ്റേന്ന് പ്രഭാത നടത്തത്തിന് പോയ ആളുകളോടാണ് ചോദിക്കുന്നത്. പ്രഭാത നടത്തിന് ഇറങ്ങിയ ഏതാണ്ട് ഒരു 25 വയസ്സുള്ള ചെറുപ്പക്കാരുടെ സന്ദീപ് വാര്യർ ആരാ എന്ന് തിരിച്ചു ചോദിക്കുന്ന അവസ്ഥ ഉണ്ട്. ഞാൻ പറഞ്ഞത് അത്തരം ഒരു സമൂഹത്തെ, അത്തരം ഒരു തലമുറയാണ് അവരെ കൂടി ചേർത്തിട്ടാണ് ഇലക്ഷൻ പ്രോസസ് ഒക്കെ അഡ്രസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഇനി എന്ത് അപ്പൊളിറ്റിക്കൽ ലൈനാണെന്ന് പറഞ്ഞാൽ പോലും ആ ലൈനുള്ള ആൾക്കാർ കൂടി വരുന്നുണ്ട്. അപ്പോൾ അവരെ കൂടെ എന്താ ചേർത്ത് ഞാൻ പറഞ്ഞു വന്നത് വയനാട്ടിലെ ശതമാനക്കണക്കിലേക്ക് പോയാൽ സത്യമൊഗേരി ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് അവർക്ക് കിട്ടുന്നത്. സത്യമൊഗേരിക്ക് ഒരു പരിധി മാത്രമല്ല, ഒരുപാട് പരിമിതിക്കുള്ളിൽ നിന്ന് അദ്ദേഹം ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനം അദ്ദേഹം ചെയ്തു. ആ ചെയ്തിട്ടും അദ്ദേഹത്തിന് കിട്ടേണ്ട വോട്ടുകൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ LDF-നുള്ളിൽ പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ തന്നെ CPM വോട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് യാതൊരു വിധത്തിൽ ആശങ്കയും ആവശ്യമില്ല. കാരണം ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയെ മറികടന്നിട്ടുള്ള വളരെ പ്രബുദ്ധരായ വോട്ടർമാരാണ് ഈ രാജ്യത്തുണ്ടായിട്ടുള്ള. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉത്തർപ്രദേശിലെ ഗ്രാമവാസികൾ കൊടുത്തിട്ടുള്ള ജനവിധി എന്താണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് നമ്മൾ തരത്തിലൊരു കേരളം ഇന്ന കേരളം ആർക്കാണ്
പറഞ്ഞു വന്ന വയനാട് നമ്മൾ പറഞ്ഞു വരുന്ന വയനാടാണ്. അപ്പോൾ അവിടെ വോട്ട് കുറഞ്ഞ LDF പ്രശ്നം ഉണ്ടാകും. CPM വോട്ടുകൾ എല്ലാം അതിനുവേണ്ടി ഇറങ്ങിയിട്ടുണ്ടോ, CPM അതിനുവേണ്ടി കാര്യമായി ശ്രമിച്ചിട്ടുണ്ടോ തുടങ്ങിയ ചർച്ചകൾ അവിടെ ഉണ്ടാകും. BJP വന്നാൽ കെ സുരേന്ദ്രൻ പിടിച്ച 1 ലക്ഷത്തിന് വോട്ടിന് മുകളിലേക്ക് പിടിക്കൽ പ്രാക്ടിക്കലാണോ എന്നറിയില്ല. പക്ഷേ വല്ലാതെ വോട്ട് കുറഞ്ഞാൽ BJPക്ക് അത് പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് മുനമ്പം അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അവിടുത്തെ ക്രിസ്ത്യൻ മേഖലകളിൽ വഖഫ് കാര്യമായി പ്രചരണം നടത്തിയിട്ടുണ്ട്. അത് വോട്ടായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ അത് അവിടെയും പ്രശ്നം ഉണ്ടാകും. ഏതായാലും പാലക്കാടും ചേലക്കരയും വിജയി ആരാണ് എന്നതാണ് ആകാംക്ഷയെങ്കിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി നേടാൻ പോകുന്ന ഭൂരിപക്ഷത്തിന്റെ കണക്കുകളെ ചൊല്ലിയായിരിക്കും രാഷ്ട്രീയ തർക്കവും വിവാദവും ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. ഒരു ചെറിയ ഇടവേള എടുക്കുന്നു. 3 മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പ് ഫലം, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ പെട്ടി തുറക്കും മുൻപേ എന്തൊക്കെയാണ് മുന്നണികൾക്ക് പറയാനുള്ളത്, മുന്നണി നേതൃത്വം എന്തൊക്കെ കണക്കുകൂട്ടലുകളിലാണ്, ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ പെട്ടി പൊട്ടിക്കും മുൻപേ നമ്മൾ ഇനി പോകുന്നത് ചേലക്കരയിലേക്കാണ്. പാലക്കാടിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം. ഇപ്പോൾ നേരത്തെ UDF നേതാക്കളൊക്കെ പറഞ്ഞത് ചേലക്കരയിൽ ജയിക്കുമ്പോഴാണ് അതൊരു രാഷ്ട്രീയ വിജയമായി മാറുന്നത് എന്ന് UDF അവകാശപ്പെട്ടതാണ്. അപ്പോൾ ചേലക്കരയിൽ ഇത്തവണ വലിയ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസം VD സതീശൻ വോട്ടെടുപ്പിന് ശേഷം പറഞ്ഞു, പാലക്കാട് 10,000 എന്ന പഴയ നിലപാടിൽ നിൽക്കുകയാണ്. ചേലക്കരയിൽ ഞങ്ങൾ അങ്ങനെ പറയുന്നില്ലല്ലോ, ഞങ്ങൾ ജയിക്കും, 4,000 5,000 വോട്ടിന് ഞങ്ങൾ ജയിക്കും. പാലക്കാടിന് ഞങ്ങൾക്ക് അത്ര ആത്മവിശ്വാസമുണ്ട്, ചേലക്കരയിൽ ഞങ്ങളുടെ ആത്മവിശ്വാസം ഈ 4,000 5,000 ആണ് എന്ന് പറയണം. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മൾ കാണേണ്ടതല്ലേ എന്ന് VD സതീശൻ ചോദിക്കുന്നു. CPM-നെ സംബന്ധിച്ച് CPM-ന് ഒരു തർക്കവുമില്ല, ചേലക്കരയിൽ ജയിക്കും എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമൊന്നുമില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞു. ഇന്ന് രാവിലെ URP പ്രദീപ് പറഞ്ഞു അവിടെ 18,000 വോട്ട്. അദ്ദേഹം സ്വകാര്യ സംഭാഷണം വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പാർട്ടി കണക്കുകൾ എന്ന് വെച്ചാൽ പാർട്ടി കൊടുത്ത കണക്കുകളിൽ 18,000-ൽ പരം, ഇപ്പം നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അദ്ദേഹം രാവിലെ പേഴ്സണൽ സംഭാഷണത്തിൽ പറഞ്ഞ 18,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളതാണ് ബൂത്ത് ലെവൽ കണക്ക്. നല്ല ജയമാണ് അവിടെ ഈ ഒരു കടുത്ത മത്സരം നടക്കുമ്പോൾ. അപ്പോൾ എന്താണ് ചേലക്കരയിലെ ഈ പോളിംഗ് പെർസെൻറ്റേജ്? നമുക്ക് പഞ്ചായത്ത് തിരിച്ചു നോക്കാം. ആദ്യം നമ്മൾ പോകുന്നത് വരവൂർ പഞ്ചായത്താണ്. ഇടതുമുന്നണിയുടെ ഒരു നെടുങ്കോട്ട, ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ 73.08 വരവൂരിലെ പോളിംഗ് ശതമാനം. ദേശമംഗലം ഇടത് സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ നാടുകൂടിയാണ്, ഒരു ഇടത് കോട്ട. 73% അവിടെ രേഖപ്പെടുത്തിയ വോട്ട്. ചെറുതുരുത്തി കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന മേഖലയാണ്. പക്ഷേ ഇപ്പോൾ പഞ്ചായത്തിൽ ഒരംഗം പോലും ചെറുതുരുത്തിയിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരാൾ BJP, ബാക്കി സമ്പൂർണ്ണമായി വിടത്. 72.48% പാഞ്ഞാളിലേക്ക് വന്നാൽ അവിടെ ഇടതുമുന്നണി തന്നെയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. അവിടെ 75%-ലധികം 75.06 അവിടെ രേഖപ്പെടുത്തിയ വോട്ട്. ചേലക്കര നഗരം ഇരിക്കുന്ന അതൊരു പഞ്ചായത്ത് പരിധിയാണ്. അവിടെയും LDF ആണ്, 72.43. കൊണ്ടാഴി പഞ്ചായത്ത് അത് UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടെ 73.82% ആളുകൾ വോട്ട് ചെയ്തു. തിരുവല്ലുവാമല അവിടെ UDF-നും BJP-ക്കും തുല്യ സീറ്റുകളുള്ള ഒരു പഞ്ചായത്താണ്. 70.95 തിരുവല്ലുവാമലക്കാരനാണ് അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു BJP-യുടെ സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ. പിന്നീട് അടുത്തത് മുള്ളൂർക്കരയാണ്. അതും LDF-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ 72.55. പഴയന്നൂർ UDF ഭരിക്കുന്ന മറ്റൊരു പഞ്ചായത്താണ്. 72.44. ആകെ 72.77. എന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏതാണ്ട് ഒരു 3-4% കുറവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് 2 മണ്ഡലങ്ങളെ അപേക്ഷിച്ചാൽ പോളിംഗ് കുറച്ച് കൂടുതൽ ഇവിടെ മുരളീധരൻ പറഞ്ഞ പോലെ കുറഞ്ഞതിൽ കൂടുതൽ കുറഞ്ഞെന്ന് പറയുന്നത് പാലക്കാട് അത്ര കുറേ ഉണ്ടായിട്ടുള്ളൂ, ഉണ്ടായിട്ടില്ല, ഇടിഞ്ഞിട്ടില്ല. പക്ഷേ വളരെ കൗതുകമുള്ള മത്സരം. അതായത് UDF-നെ സംബന്ധിച്ച് UDF-ന് 28 വർഷത്തെ ഇടത് 2.25 ഒരു 1/4 നൂറ്റാണ്ടായി ഒരു പാർട്ടി തന്നെ ഭരിക്കുന്ന ഒരു മണ്ഡലം. K രാധാകൃഷ്ണനെ പോലെ അവിടെ അതിന്റെ ഒരു മുഖമായ ഒരു നേതാവ്. ഏതാണ്ട് അതേ പാതയിൽ വളർന്നു വരുന്ന, അങ്ങനെ മുന്നോട്ട് പോകുന്ന UR പ്രദീപ് എന്ന മറ്റൊരു നേതാവ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു തലമുറ മാറ്റം എന്നൊക്കെ നമുക്ക് URP ഒരിക്കൽ അവിടെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 2016 രാധാകൃഷ്ണോളം പോകുന്ന ജനപ്രീതിയും ഈ പറഞ്ഞ പ്രതിച്ഛായ ഉള്ള ആളാണ്. ഒരുപക്ഷെ അന്ന് URP-യെ മാറ്റി രാധാകൃഷ്ണനെ കൊണ്ടുവരുമ്പോൾ അവിടെ പാർട്ടിക്കാർക്ക് പ്രതിഷേധം ഒരു ഘട്ടം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആ പ്രതിച്ഛായയിൽ ഏതാണ്ട് തുല്യമായ തുല്യമാണ്. ആളുകൾക്കിടയിൽ സർവ്വസമ്മതനാണ്. അപ്പോൾ അവിടെ ഞാൻ കുറേ ദിവസം നിന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പം ഇനിയിപ്പോൾ സർക്കാരിനെതിരെ എന്തെങ്കിലും ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി എന്ന നിലയിൽ UR പ്രദീപ് അവിടെ ഒരു ഘടകമാണ്. പക്ഷേ രമ്യ ഹരിദാസ് അവിടെ നടത്തിയ പ്രചാരണം എനിക്ക് തോന്നുന്നു സമാനതകളില്ലാതെ വർക്ക് ചെയ്തിട്ടുണ്ട്. മുഴുവൻ വോട്ടർമാരെ 2 തരത്തിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ട് വിജയൻ. ഒന്ന്, അവർ വളരെ സൂക്ഷ്മമായി അവരുടെ പ്രചാരണം വളരെ സൂക്ഷ്മ തലങ്ങളിലേക്ക് എത്തി. അതായത് കുടുംബയോഗങ്ങളൊക്കെ ആയിരുന്നു, അതിൽ വളരെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുത്ത്. 2, അവരുടെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം എന്നത് ഒരു വികസന
മുരടിപ്പ് ഈ കഴിഞ്ഞ 28 വർഷമായി ചേലക്കരയെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത്. അതിന് അവർ ഓരോരോ വിഷയങ്ങൾ എടുത്തു. അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള പല പദ്ധതികൾ നടപ്പാക്കാതെ പോലെ ചേലക്കരയിലെ ജനങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടാക്കി 28 വർഷം എന്നത് അവർ വളരെ, എനിക്ക് തോന്നുന്നു, വളരെ പിൻ പോയിന്റഡ് ആയിട്ട് അവർ പിന്നെ ഈ വോട്ടേഴ്സിനിടയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ മറികടക്കാൻ കഴിയുന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു സിംപ്ലിസിറ്റി, ഒരു ജനകീയതയും ഒരു പ്രദീപിനുണ്ട്. കോഴിക്കോട്ടെ രാഘവേട്ടന്റെ കാര്യം പറയുന്നത് പോലെ എല്ലാവർക്കും പ്രിയങ്കരനാണ്. ഇപ്പോൾ യു ആർ പ്രദീപ് എല്ലാവർക്കും പ്രിയങ്കരനാണ്. എല്ലാവരും വിളിച്ച ഫോൺ. ശ്രീകാന്തിലേക്ക് ഒന്ന് പോകാം പെട്ടെന്ന്. ശ്രീകാന്ത് ചേലക്കരയിലുണ്ട്. ശ്രീകാന്ത്, ചേലക്കരയിലെ അവസാനവട്ട കണക്കുകൂട്ടലുകൾ, മനക്കണക്കുകൾ, അത് എന്താണ് വ്യക്തമാക്കുന്നത്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അവസാനിപ്പിച്ച കാര്യത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ CPIM-ന്റെ ഉരുക്ക് കോട്ടയാണ്, പൊന്നാപുരം കോട്ടയെന്നാണ് ചേലക്കരയെ വിശേഷിപ്പിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വോട്ടെണ്ണൽ നടക്കാൻ പോകുന്ന കേന്ദ്രത്തിന് മുന്നിലാണ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുതുരുത്തി. ഈ നാളെ ഇവിടെ പെട്ടി പൊട്ടുമ്പോൾ ആര് വിജയിക്കും ആര് പൊട്ടും എന്നുള്ള കൂട്ടലും കിഴിക്കലും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. ഈ പൊന്നാപുരം കോട്ടയെ ഇപ്പോൾ പറഞ്ഞതുപോലെ യു ആർ പ്രദീപ് ശക്തനായ സ്ഥാനാർത്ഥിയൊക്കെയാണ്. പക്ഷേ ഈ പൊന്നാപുരം കോട്ടയൊന്നാകെ വിറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇതുവരെ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ ശക്തമായ പ്രചാരണം ഈ ചേലക്കര എന്ന ചെറിയ ഗ്രാമത്തിൽ, ഗ്രാമങ്ങൾ ചേർന്നതാണ് ഈ ചേലക്കര എന്ന നിയോജക മണ്ഡലം. തനി ഗ്രാമങ്ങൾ, ഏറ്റവും താഴെത്തട്ടിലേക്ക് ഇറങ്ങി ചെന്നാൽ തനി ഗ്രാമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെയെല്ലാം തന്നെ ഈ മാധ്യമങ്ങളിൽ കണ്ട വലിയ നേതാക്കൾ, ദേശീയ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ, അതോടൊപ്പം തന്നെ അവർക്ക് പരിചിതരായ മാധ്യമപ്രവർത്തകരൊക്കെ വന്ന് ആകെ ഇളക്കി മറിച്ചതാണ് ഈ ചേലക്കരയൊന്നാകെ. എന്തായാലും CPIM ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അത്ര ഭൂരിപക്ഷം കിട്ടുമോ എന്നൊരു സംശയം അവർക്കുണ്ട്. എങ്കിലും വിജയിച്ച് കയറും, തട്ടുകേടുണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷേ കുടുംബയോഗങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് ഈ 516-ലധികം വരുന്ന പട്ടികജാതി സങ്കേതങ്ങളുണ്ട്, അവിടെയൊക്കെ തന്നെ തങ്ങൾക്ക് കയറാൻ സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ കാര്യമായ പ്രകടനം, മികച്ച പ്രകടനം നടത്താൻ സാധിക്കും എന്നുള്ളത് BJP-യും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇവിടെ വോട്ടെണ്ണലിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഇതേ ആ ദൃശ്യത്തിൽ കാണാം, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും. 7 മണിയോടെ ട്രഷറിയിലുള്ള ഈ പോസ്റ്റൽ ബാലറ്റുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. 8:30 വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും എന്നാണ് മനസ്സിലാകുന്നത്. 14 ടേബിളുകളിലായി 13 ബാക്കി നാളെ എന്ന മട്ടിൽ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം അല്ലേ? എന്തായാലും വരവൂർ എണ്ണി തുടങ്ങുന്നു. വരവൂരാണ് ആദ്യം. വരവൂർ എണ്ണി തുടങ്ങുന്നു. വരവൂരിൽ രമ്യ ഹരിദാസ് എന്തെങ്കിലും പ്രസൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ UDF-ന് പ്രതീക്ഷയുണ്ട്. അത് നമുക്ക് ചേലക്കര പാലക്കാട് പോലെ അത്ര അൺസർട്ടൻ ആവില്ല. വരവൂരും ദേശമംഗലവും ചെറുതുരുത്തി എണ്ണി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പിക്ചർ കിട്ടും. വരവൂര് എന്താണ്, വരവൂരൊന്ന് യു ആർ പ്രദീപ് പിടിക്കുക, ദേശമംഗലത്തും ഒരുപാട് പോകാൻ അനുവദിക്കാതിരിക്കുക, ചെറുതുരുത്തിയിലും ഒരുപാട് ലീഡിലേക്ക് പിടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 2021 കണക്കൂടെ നോക്കുമ്പോഴാണ് കോൺഗ്രസ് UDF എത്ര വലിയൊരു മല കയറണം അവിടെ എന്നുള്ളത്. ആ കണക്ക് ഇങ്ങനെയാണ്: UDF-ന് 2021 28.71% വോട്ട് മാത്രമാണുള്ളത്. LDF-ന്റെ വോട്ട് എന്ന് പറയുന്നത് 54.41%. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഡിഫറൻസ് എത്രയാണ്. ഏതാണ്ട് 38,000-ൽ പരം വോട്ടിൽ രാധാകൃഷ്ണൻ ജയിച്ചതാണ്. BJP-ക്ക് അവിടെ 15.68 ഉണ്ട്. അപ്പോൾ BJP പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 28,000-ഓളം വോട്ട് അവിടെ നേടിയിട്ടുണ്ട്. അപ്പോൾ BJP-യുടെ പ്രതീക്ഷ അതാണ്, അതൊരു 30,000 ആക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ വോട്ട് എവിടുന്ന് എന്നതൊക്കെയുള്ള ചോദ്യമാണ്. അതിനിടയിൽ ഒരു ഘടകം PV അൻവറിന്റെ സ്ഥാനാർത്ഥിയാട്ടോ. PV അൻവറിന്റെ സ്ഥാനാർത്ഥി ആദ്യഘട്ടത്തിൽ അത് രമ്യ ഹരിദാസിന്റെ വോട്ട് കട്ടറാകുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ലാസ്റ്റ് കൊണ്ട് അൻവർ പരിപാടി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഭവന നിർമ്മാണ പദ്ധതി എന്ന് പറഞ്ഞാൽ അതിന് തറക്കല്ലിട്ട് വീട് പണി തുടങ്ങി. അഭയം എന്ന് പറഞ്ഞാൽ ഇത് അമ്പല കമ്മിറ്റിയുടെയും മഹല്ല് കമ്മിറ്റിയുടെയും കത്ത് വേണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇൻവോൾവ് ചെയ്യിപ്പിക്കാണല്ലോ. അതങ്ങ് കയറി കൊളുത്തുകയും അതങ്ങ് ജനകീയമാവുകയും ഒരുപാട് പേർ അതിനോട് അപേക്ഷ കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വോട്ട് കട്ടാവുന്ന രമ്യയുടെ മാത്രം വോട്ടാണോ അതോ LDF-ന്റെ വോട്ട് കൂടി കട്ടാകുമോ? അവിടെ SDP-യുടെ പിന്തുണ PV അൻവറിനുണ്ട്. PV അൻവറിന് അപ്പോൾ ഏതാണ്ട് ഒരു 15,000-ൽ പരം വോട്ട് അവിടെ പിടിക്കും. അങ്ങനെ തന്നെ അവർ പറയുന്നുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ PV അൻവറിനെ 15,000-ൽ കണക്കില്ല അവർക്ക്. ഒക്കെ വോട്ടുകളായി മാറുമെന്ന് അറിയില്ല. കാരണം വെച്ചാൽ എതിരഭിപ്രായം, അതായത് ഇതിന് അപ്ലിക്കേഷൻ
നോട്ടിഫിക്കേഷൻ അയക്കുകയും എന്നാൽ ആ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാൻ ചെയ്യാൻ തയ്യാറായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് രമ്യ ഹരിദാസിന്റെ വോട്ട് മാത്രം സ്പോയിലർ ആകും എന്ന് കരുതിയെടുത്തൊന്നും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും സ്പോയിലർ ആവുകയാണെങ്കിൽ അത് ചിലപ്പം പലർക്കും സ്പോയിലർ ആയേക്കാം. തന്നെയല്ല, ഈ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളുണ്ടല്ലോ, പോലീസിനെതിരെയുള്ള പ്രശ്നങ്ങൾ, സർക്കാർ വിരുദ്ധ സംഗതികളൊക്കെ അവിടെ ആ മട്ടിൽ ചർച്ചയായിട്ടുണ്ടോ നമുക്കറിയില്ല. അങ്ങനെ അത് നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ UDF-ന്റെ വോട്ട് മാത്രം, എംഇയുടെ വോട്ട് മാത്രം ആവണമെന്നൊന്നുമില്ല. അത് ഇടതുമുന്നണിയുടെ വോട്ടും പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശതമാനം ഉണ്ടാവണം. ഇപ്പൊ നേരത്തെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും പ്രവചനത്തിന് തയ്യാറാണോ? നാളെ 3 ഇടങ്ങളിലെ പ്രവചനത്തിന് ആരെങ്കിലും തയ്യാറാണോ? അതെ അതെ, വയനാട് പ്രിയങ്കാന്തി ജയിക്കും. വയനാട് പ്രിയങ്ക ഗാന്ധി എത്ര വോട്ടിന് ഭൂരിപക്ഷം? എന്റെ മനസ്സിൽ റിസൾട്ട് ഉണ്ട്. ഞാൻ തൽക്കാലം അത് റിസൾട്ട് എന്റെ ഉണ്ട്. പറയാനുള്ള ധൈര്യത്തിന്റെ അല്ല, അതൊരു ഔചിത്യമല്ല എന്നുള്ളതാണ്. ഏതായാലും നാടിന് നന്മയുള്ളവർ ജയിക്കട്ടെ. നാടിന് നന്മയുള്ളവർ ജയിക്കട്ടെ. വോട്ടർമാർ, അതായത് ജനമാണല്ലോ ഏറ്റവും ആത്യന്തികമായി അതിനുള്ള ജനാധിപത്യത്തിന്റെ വിജയം എന്ന് പറയുന്നത്, തിളക്കം എന്ന് പറയുന്നത്. ഏതായാലും കേരളം ഒന്നാകെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ 3 മണ്ഡലങ്ങളിലെയും പെട്ടി തുറക്കാൻ പോകുന്ന നാളെ രാവിലെ 8 മണിക്കാണ്. പ്രേക്ഷകർ 24-നൊപ്പം നിൽക്കുക. സമഗ്രമായ കവറേജ് ആണ് എല്ലാ തവണത്തെയും പോലെ ഈ കൗണ്ടിംഗ് ദിനത്തിലും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് 24 അങ്ങനെയാണ് എത്താൻ പോകുന്നത്. ഞങ്ങളുടെ മാജിക് സ്ക്രീനിൽ നിന്ന് നിങ്ങൾക്ക് മുഴുവൻ വിവരം ഒറ്റ നോട്ടത്തിൽ അറിയാം. അതിന് പുറമെ SKN, വിജയകുമാർ, ഹാഷ്മി ഇവരുടെ ഈ ട്രയോ, അവർ ഈ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ നിങ്ങൾക്ക് തത്സമയം നൽകിക്കൊണ്ടിരിക്കും. സമ്പൂർണവും സമഗ്രവും ആധികാരികവുമായ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ നമ്മുടെ പട്ടാളം എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ എന്താണ് ഈ പറയുന്ന ഓരോരോ ബൂത്തുകളിലും കൃത്യമായി നമ്മുടെ പട്ടാളം അവിടെ ഉണ്ട്. ആർമി അവിടെ ഉണ്ടാവും. ഓരോ ചെറിയ സ്പന്ദനങ്ങൾ പ്രേക്ഷകരിലേക്ക് ആവേശപൂർവ്വം നൽകും. അപ്പം നാളെ സ്റ്റേ ട്യൂൺഡ്. ജനാധിപത്യം നീണാൾ വാഴട്ടെ. ഇനി